ഹലോ, ഗുഡ് ഈവനിങ്. ഞങ്ങൾ സ്വയം എഡിറ്റേഴ്സ് പാർലമെന്റ് എന്ന് വിളിക്കുന്ന ഒരു പരിപാടിയിലേക്ക് നമ്മൾ കടക്കുകയാണ്. എന്നോടൊപ്പം മാനേജിംഗ് എഡിറ്റർ സി ദാവൂദ്, എക്സിക്യൂട്ടീവ് എഡിറ്റർ പി ടി നാസർ, സീനിയർ ന്യൂസ് എഡിറ്റർ എസ് എ അജിംസ് എന്നിവരാണ് ഉള്ളത്. ഞങ്ങളിന്ന് എന്താണ് ഈ തിരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ ടേക്ക് അവേസ് എന്നുള്ളതാണ് നമുക്ക് നോക്കാവുന്നത്. രാഷ്ട്രീയമായി ഏതൊക്കെ ദിശകളിലേക്കാണ് ഇത് പോയത്. ഞാൻ ആദ്യം ഒരു കാര്യം നിങ്ങളോടൊക്കെ പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പ്രതീക്ഷിച്ച ഫലമാണിത് എന്ന് പറയുമ്പോൾ നിങ്ങളാരും വിശ്വസിക്കില്ല എന്നെനിക്കറിയാം. കാരണം എക്സിറ്റ് പോൾ വരുന്നതിന് തൊട്ട് മുമ്പ് വരെ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഈ തിരഞ്ഞെടുപ്പ് ഫലങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും അധികം ഫോളോ ചെയ്തത് യോഗേന്ദ്ര യാദവിനെയാണ്. അതിന് എനിക്ക് പ്രത്യേകമായ കാരണങ്ങളുണ്ടായിരുന്നു. അദ്ദേഹത്തിലുള്ള ഒരു വിശ്വാസം, അദ്ദേഹം ഇത്രയോ വർഷങ്ങളായി അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു എക്സസൈസിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് അദ്ദേഹം ഇത്തവണയും യാത്ര ചെയ്തതൊക്കെ. അതുകൊണ്ട് എനിക്കതിൽ പൂർണ്ണ വിശ്വാസം. അതിനകത്ത് യുക്തിഭദ്രമായ ഒരുപാട് കാര്യങ്ങൾ. BJPയുടെ നമ്പേഴ്സ് മാത്രം കുറയുന്നത് മാത്രമാണ് അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുള്ളത്. ഇപ്പോഴും അത് അദ്ദേഹം ഇന്ന് രാവിലെ പോലും അദ്ദേഹം പറഞ്ഞതാണ്, BJPയുടെ നമ്പേഴ്സ് എത്ര കുറയും. കാരണം BJP അങ്ങ് കടന്നിരിക്കുകയാണ്. അപ്പോൾ അതിൽ വന്ന ആ 303 വന്ന മാറ്റമാണ് ജനവിധി നിർണ്ണയിച്ചത് എന്നുള്ളതാണ്. അത് 239-40 പോയി എന്നുള്ളതാണ്. അതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് BJPക്കുള്ള തിരിച്ചടിയാണ്, നരേന്ദ്രമോദിക്കുള്ള തിരിച്ചടിയാണ്, അവർക്കെതിരായിട്ടുള്ള ജനവിധിയാണ് എന്നതാണ് എൻ്റെ ഫസ്റ്റ് ടേക്ക് എന്ന് പറയാം. ദാവൂദാണ് ഇന്ന് ഒട്ടും സംസാരിക്കാതിരുന്നത് ഓണയർ, അതുകൊണ്ട് ദാവൂദിൽ നിന്ന് തുടങ്ങാം നമുക്ക്. അല്ല, അതിൽ ഓഫ് കോഴ്സ് ഇദ്ദേഹം യോഗേന്ദ്ര യാദവ് അദ്ദേഹം നടത്തിയ യാത്രകൾക്കൊടുവിൽ ആദ്യമായിട്ടൊരു ദീർഘമായ ഇൻ്റർവ്യൂ കൊടുക്കുന്നത് കർണാടകയിലുള്ള ഒരു യൂട്യൂബ് ചാനലാണ്. അതെ അതെ. അദ്ദേഹം അതിൽ പറയുന്ന ഒരു കാര്യം, ഈ യാത്രകളിലുടനീളം ഉടനീളമല്ല, പല സന്ദർഭങ്ങളിലും പല സ്ഥലങ്ങളിലുമായിട്ട് അദ്ദേഹം കേട്ടൊരു വാക്ക്, സാധാരണഗതിയിൽ ഉപയോഗിക്കപ്പെട്ടിട്ടില്ലാത്തൊരു വാക്ക്, അത് തന്നെയും ഈ സാധാരണക്കാരായിട്ടുള്ള ഓട്ടോറിക്ഷ ഡ്രൈവർമാർ, സാധാരണ കർഷകരായിട്ടുള്ള ആളുകൾ, അവരൊക്കെ ഉപയോഗിച്ചൊരു വാക്ക് അദ്ദേഹം പറയുന്നുണ്ട്, താനാഷാഹി എന്നുള്ളതായിരുന്നു. അതെ. അപ്പോൾ താനാഷാഹി ആണ് ഇവിടെ നടക്കുന്നത്. താനാഷാഹി എന്ന് പറഞ്ഞാൽ സ്വച്ഛാധിപത്യം, ഡിക്റ്റേറ്റർഷിപ്പ്. അപ്പോൾ അത് അദ്ദേഹം അതേക്കുറിച്ച് പറയുന്നത് അത് കൗതുകരമായ ഒരു ഘടകമാണ്. കാരണം പൊതുവെ ഈ പറയുന്ന ഹിന്ദി ഹെഡ്ലാൻഡിൽ കേട്ടിട്ടില്ലാത്ത, ഇപ്പോൾ നേരത്തെ 2-3 കുട്ടികൾ പാർലമെൻറ്റിൽ കയറിയിട്ട് അവർ വിളിച്ച മുദ്രാവാക്യത്തിലാണ് നമ്മൾ ആ വാക്ക് പരിചയിക്കുന്നത്, താനാഷാഹി നെഹി ചലേഗ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് സാധാരണ ഈ പറയുന്ന തൊഴിലാളികളും കർഷകരും ഒക്കെ ആയിട്ടുള്ള ആളുകൾ ആ വാക്ക് ഉപയോഗിക്കുന്നു. അത് ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത് ഇദ്ദേഹം ഏതെങ്കിലും ക്യാമറയായിട്ടല്ലല്ലോ യോഗേന്ദ്ര യാദവ് പോകുന്നത്. അദ്ദേഹം സാധാരണ മട്ടിൽ യാത്ര ചെയ്യുന്നു, ജനങ്ങളുമായിട്ട് സംസാരിക്കുന്നു. അതാണ് പുള്ളിയുടെ ഒരു വിശകലനത്തിന് ഉപയോഗിക്കുന്നത്. വളരെ കൃത്യമായി പറഞ്ഞൊരു കാര്യം, ഞാൻ ബുദ്ധിജീവികളെ കാണാറില്ല, ബുദ്ധിജീവികളെ രാഷ്ട്രീയ നേതാക്കളെ കണ്ടിട്ടില്ല, മാധ്യമ പ്രവർത്തകരെ കണ്ടിട്ടില്ല. ഞാൻ സാധാരണക്കാരായ മനുഷ്യന്മാരിങ്ങനെ പോവുക, ആളുകളെ കാണുക, സംസാരിക്കുക. അപ്പോൾ ഇത് വർക്ക് ചെയ്തിട്ടുണ്ട് നിശ്ചയമായും. ഇത് താനാഷാഹി ആണ് എന്നുള്ളത് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ നിലക്ക് താനാഷാഹി വിട്ടിട്ട് അദ്ദേഹം പിന്നെ ദൈവമായി. താനാഷാഹിയായ ഒരു ദൈവത്തെ പേറാൻ നമുക്ക് കഴിയില്ല എന്ന് ഇന്ത്യക്കാർ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒരർത്ഥത്തിൽ നടന്നിട്ടുള്ളത്. അപ്പോൾ അത് പിന്നെ ഉത്തരേന്ത്യയിൽ നിന്ന് അത് ഉണ്ടായിട്ടുണ്ടല്ലോ. ഇപ്പോൾ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഉത്തരേന്ത്യയിൽ നിന്നുണ്ടായ വിധി എന്ന് അത് താനാഷാഹിക്കെതിരായിട്ടുള്ള വിധിയാണ്. അപ്പോൾ ആ നിലക്ക് നരേന്ദ്രമോദി താനാഷാഹിയായി പരിവർത്തിക്കപ്പെട്ട് കഴിഞ്ഞു എന്നൊരു വിചാരം അത് വർക്ക് ചെയ്തൊരു ഘടകമാണെന്ന് എനിക്ക് തോന്നുന്നു. രണ്ടാമത്തത് ഇത് തന്നെയാണ്, 400 പാർ എന്നുള്ള മുദ്രാവാക്യം. 400ക്കും മേതെ എന്നുള്ളതാണുള്ളത്, 400ലും മേതെ. അപ്പോൾ 400ലും മീതെ വന്നു കഴിഞ്ഞാൽ ഇവർ ഭരണഘടന മാറ്റിക്കളയും. ഭരണഘടന മാറ്റിക്കളഞ്ഞാൽ നമ്മളുടെ സംവരണം ഇല്ലാതായി പോകും എന്ന ഒരു സന്ദേശം പ്രത്യേകിച്ച് ദളിത് സർക്കിളുകൾ, പിന്നെ OBC സർക്കിളുകൾ പ്രചരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിയതുകൊണ്ടാണ് പിന്നീടുള്ള ഘട്ടത്തിൽ 400 പാർ എന്നുള്ള മുദ്രാവാക്യം അമിത്ഷാ ഉപയോഗിച്ചിട്ടില്ല, നരേന്ദ്രമോദിയും ഉപേക്ഷിക്കുകയായിരുന്നു. ആ നിലക്ക് നോക്കുമ്പോൾ ഇത് ഒരർത്ഥത്തിൽ താനാഷാഹിക്കെതിരായുള്ള വിധിയാണ് എന്ന് പറയുമ്പോൾ നരേന്ദ്രമോദിക്കെതിരായിട്ടുള്ള വിധിയാണ്. യെസ്, അതാണ് ഇതിലെ ഒരു ഒന്നാമത്തെ ടേക്ക് എന്ന് പറയാൻ തോന്നുന്നു. നാസർ എന്ത് പറയുന്നു? ഇത് താനാഷാഹി, ഇതിലൊരു കാര്യം പറയട്ടെ, നമ്മൾ ആദ്യത്തെ അരമണിക്കൂർ ദേശീയ ചിത്രം ഒന്ന് നോക്കുക. ഇത് താനാഷാഹിക്കെതിരെയുള്ള വിധിയാണ്. ഈ ആദ്യത്തെ അരമണിക്കൂർ ദേശീയ ചിത്രം ആണ് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ എടുത്തു പറയാണ്, ഇത് താനാഷാഹിക്കെതിരെയുള്ള വിധിയാണ് എന്ന് പറയുമ്പോൾ ദേശീയ തലത്തിൽ മാത്രമാണ് അത് എന്ന് പറയാൻ പറ്റില്ല. ഈ സ്വേച്ഛാധിപത്യ ഏകാധിപത്യ പ്രവണതകളൊക്കെയും എന്ന് പറഞ്ഞാൽ അഹങ്കാരം കാണിക്കുന്നവരോടൊക്കെയുമുള്ള തിരിച്ചടി, അത് തിരിച്ചടി കിട്ടുമെന്ന് കാണിക്കുന്ന ഒരു വിധിയാണ്. ഇത് ഉത്തരേന്ത്യയിൽ നിന്ന് തുടങ്ങിയെന്ന് മാത്രം, പ്രത്യേകിച്ച് UP നിന്ന് തുടങ്ങിയെന്ന് മാത്രം. UP ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ UPയുടെ ഒരു സ്വഭാവമായിരുന്നു. ഇപ്പോൾ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം എന്ന് പറഞ്ഞാൽ 2 മണ്ഡലങ്ങൾ എടുത്തു പറയണം. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം വന്ന് ഇന്ദിരാഗാന്ധിയും സഞ്ജയ് ഗാന്ധിയെയും തോൽപ്പിച്ച പിന്നെ റായ് ബറേലിയും അമേത്തിയും, ഇപ്പോഴും അതേപോലെ തന്നെ റായ് ബറേലിയും അമേത്തിയും കോൺഗ്രസിന് തിരിച്ചു വരാനുള്ള വഴിയൊരുക്കുന്നു എന്നത് മുതൽ ഇങ്ങോട്ടുള്ള
ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൽ. ഇത് കൃത്യമായിട്ട് കേരളത്തിലെ കേരളം നമ്മളിപ്പോൾ പറയണമെങ്കിൽ പോലും ഇതിൻ്റെ ഈ പറഞ്ഞ ഘടകമുണ്ടല്ലോ, ഏകാധിപത്യ സ്വേച്ഛാധിപത്യ പ്രവണതകൾക്കുള്ള അടി എന്ന് പറഞ്ഞതിൽ അതിൽ ദേശീയ തലത്തിൽ തന്നെ കേരളവും പെടും എന്ന് കൂട്ടിയാൽ മതി. കാരണം മറ്റൊന്നുകൊണ്ടുമല്ല, തോൽക്കാൻ പോകുന്ന പാർട്ടിക്ക് പോലും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടെങ്കിൽ അടി എത്രമാത്രം മാരകമായിരിക്കണമെന്നും ജനം പതുങ്ങിയിരുന്ന് ആക്രമിച്ചതായിരുന്നു ഇത്തവണ. പിന്നെ ഒരുപാട് ഭയങ്കര രസകരമായ ഒരുപാട് ഘടകങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലുണ്ട്. ഇപ്പം ദേശീയ തലത്തിൽ മാത്രം നമ്മൾ ഈ സാധനം നോക്കുകയാണെങ്കിൽ ഇപ്പം ലക്ഷദ്വീപിൽ കോൺഗ്രസ് ജയിച്ചത്, അതെ, അതൊരു വല്ലാത്തൊരു വെല്ലുവിളിയാണ്. പിന്നെ അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദിൽ തോറ്റത്, റായ്ബറേലിയിലും പിന്നെ അമേഠിയിലും ജയിച്ചത്, പിന്നെ അമേഠിയിലെ വിജയം പ്രത്യേകം എടുത്ത് പറയേണ്ട സാധനമാണ്. എന്താ പറയാ, ഒളിച്ചോടി പിന്നെ എന്നിട്ട് ആരെയോ പാവയെ അവിടെ സ്ഥാനാർത്ഥിയാക്കി എന്ന തരത്തിലൊക്കെ ഈ സ്മൃതി ഇറാനി പ്രചരിപ്പിച്ചതും അവരതിനകത്ത് അഹങ്കാരത്തിന്റെ അങ്ങേയറ്റത്തേക്ക് പോയി. ഞാൻ അങ്ങനെ തന്നെ പറയുന്നതിൽ ക്ഷമിക്കുക. അത്രയും ഒരു നിലവാര തകർച്ച അവർ വരുത്തി വെച്ചതൊക്കെയാണ് ഒരർത്ഥത്തിൽ. യു പിയിൽ നിന്നാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ പിന്നെ ഒരുപാട് ഉദാഹരണങ്ങൾ അല്ലെങ്കിൽ പഠിക്കാനുള്ള ഒരുപാട് പാഠങ്ങൾ വന്നിട്ടുള്ളത്. ഇപ്പം ഖൈറാനയിലെ പിന്നെ ഇവരുടെ വിജയം, പിന്നെ ഇക്രയുടെ വിജയം, ചന്ദ്രശേഖർ ആസാദിന്റെ വരവ് എന്ന് പറഞ്ഞാൽ ദളിത് രാഷ്ട്രീയത്തിൽ മായാവതിയെ ഒഴിച്ചു നിർത്തിയാൽ തന്നെയും ഒന്നും സംഭവിക്കാൻ പോയില്ലെന്നും, ദളിത് രാഷ്ട്രീയത്തിന് ഒരു പുതിയ അവകാശി പോലും, അത് ഈ പറയുന്ന ഈ പിന്നെ ഭരണഘടന സംരക്ഷിക്കാൻ വേറെയും ആളുകളുണ്ട് എന്ന് പോലും സൂചിപ്പിക്കുന്ന തരത്തിലാണ് വരും. അങ്ങനെ ശരിക്കും ദേശീയ രാഷ്ട്രീയത്തിൽ ഒരുപാട് പാഠങ്ങളുള്ള ഒരു തെരഞ്ഞെടുപ്പാണിത്. പക്ഷേ ദേശീയ രാഷ്ട്രീയത്തിൽ മാത്രമല്ല എന്നുള്ളതാണ് താഴോട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. യെസ് അജിൻസ്, ഇത് ഡിക്റ്റേറ്റർഷിപ്പിന് ആ മനോഭാവത്തിനെതിരെയുള്ള ഒരു അടി, ആദ്യത്തെ അടി, ആ ഒരു നമ്മൾ ആദ്യം എന്താണ് ഇത് എന്ന് ചോദിച്ചാൽ, ജനവിധി എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെ പറയുന്നതിൽ തെറ്റുണ്ടോ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ ഈ ഡിക്റ്റേറ്റർഷിപ്പിനുള്ള അടിയാണെങ്കിൽ അതെന്തുകൊണ്ട് മധ്യപ്രദേശിൽ ഉണ്ടാവുന്നില്ല, അതുകൊണ്ട് ഗുജറാത്തിൽ ഉണ്ടാവുന്നില്ല, കർണാടകയിൽ നാം അത് കാണുന്നില്ല? ഈ താനാശാഹി നഹി ചലേഗ എന്ന് മുദ്രാവാക്യം വിളിച്ച വിദ്യാർത്ഥികൾ കർണാടകയിൽ നിന്നുള്ളവരായിരുന്നു. ഇവിടെയൊന്നും ഉണ്ടാവാത്ത എന്തുകൊണ്ടാണ്? ഞാൻ അതിനെ വേറെ രീതിയിലാണ് കാണുന്നത്. ഞാൻ കാണുന്നത് ഗ്രൗണ്ട് ലെവലിൽ പ്രവർത്തകരുള്ള പാർട്ടികൾക്ക് താനാശാഹി എതിർക്കാൻ കഴിയും. അത് സമാജ്വാദി പാർട്ടിക്കുണ്ട്. സമാജ്വാദി പാർട്ടി കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിൽ യു പിയിൽ ഏറ്റവും കൂടുതൽ സീറ്റ് നേടിയ പാർട്ടിയാണ്. ലോക്കൽ ബോഡി ഇലക്ഷനിൽ സീറ്റ് നേടുക എന്നതിനർത്ഥം ഒരു വാർഡിൽ, ഒരു പഞ്ചായത്ത് വാർഡിൽ മത്സരിക്കാനും അവർക്ക് വേണ്ടി പ്രവർത്തിക്കാനും ആ പാർട്ടിക്ക് പ്രവർത്തകരുണ്ട് എന്നുള്ളതാണ്. ഇനി ഞാൻ ഏറ്റവും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ജോൺപൂർ മണ്ഡലത്തിൽ ഒരു രാത്രി ഒരു ട്രക്ക് EVM മെഷീൻസ് വന്നു. അത് തെറ്റായി റിസർവ് ചെയ്തു വെച്ച EVM മെഷീൻസ് തെറ്റായി വന്നതാണെന്ന് കളക്ടർ പറഞ്ഞുവെങ്കിലും രാത്രി 12 മണിക്ക് വന്ന ട്രക്ക് തടയാനും കളക്ടറെ വിളിച്ചു വരുത്താനും ആ ട്രക്കിലുള്ള EVM സ്ട്രോങ് റൂമിലേക്ക് പോകാതെ നോക്കാനും അത് റിസർവ് ചെയ്തതാണെന്ന് കളക്ടറെ കൊണ്ട് വീഡിയോയിൽ പറയിപ്പിക്കാനും സമാജ്വാദി പ്രവർത്തകർക്കായി. അതിന്റെ കൂടി ഫലമാണ് ഇപ്പോൾ 32 സീറ്റിൽ സമാജ്വാദി പാർട്ടി ലീഡ് ചെയ്യുന്ന മണ്ഡലങ്ങളിൽ ഇപ്പോഴും പ്രഖ്യാപിച്ചിട്ടുള്ള ചെറിയ വോട്ടിനാണ്. ഇപ്പോൾ ഈ ജോൺപൂർ എന്ന മണ്ഡലത്തിൽ 20,000 വോട്ടിന്റെ ലീഡാണ് സമാജ്വാദി പാർട്ടിക്കുള്ളത്. നമ്മളതൊക്കെ മനസ്സിലാക്കണം. അതായത് വളരെ ചെറിയ മാർജിനിൽ സമാജ്വാദി പാർട്ടി പലയിടത്തും ജയിച്ചിട്ടുണ്ട്. ആ ജയം നിലനിർത്താൻ കഴിഞ്ഞത് ഈ സമാജ്വാദി പാർട്ടി പ്രവർത്തകരുടെ ജാഗ്രതയാണ്. ഈ ജാഗ്രത കോൺഗ്രസിനുണ്ടായിട്ടുണ്ടോ? അവർക്ക് കർണാടകയിൽ അത് ഉണ്ടായിട്ടില്ല. ഞാൻ കർണാടകയുടെ ഉദാഹരണം പറയാൻ കാരണം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു, അതിൽ ആസകലം അവർ ഒരു ഗ്രൗണ്ട് ലെവലിലേക്ക് വർക്ക് ചെയ്യേണ്ടി വന്നു. അത് മാത്രമല്ല ഒരു സിവിൽ സൊസൈറ്റി സപ്പോർട്ടും കൂടി ആ നിലയ്ക്ക് ഉണ്ടായ ഒരു സ്ഥലമാണ് അത്. കർണാടകയിൽ സിവിൽ സൊസൈറ്റി സപ്പോർട്ട് ഇക്കുറി കർണാടകയിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. ആ സിവിൽ സൊസൈറ്റി സപ്പോർട്ട് ഇക്കുറി കർണാടകയിൽ ഉണ്ടായിട്ടുണ്ടോ? ആ ജാഗ്രത താഴേക്കിടയിൽ കർണാടകയിലെ കോൺഗ്രസ് പാർട്ടി പ്രവർത്തകർ ഉണ്ടായിട്ടുണ്ടോ? അവർ വോട്ടർ ലിസ്റ്റിൽ പേര് ചേർത്തിട്ടുണ്ടോ? നീക്കം ചെയ്യപ്പെട്ടവരുടെ പേരുകൾ വീണ്ടും ചേർക്കാനുള്ള ശ്രമം നടന്നിട്ടുണ്ടോ? ഈ പറയുന്ന വോട്ടെണ്ണി പിടിക്കാനുള്ള ശ്രമം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ നടക്കുന്നിടത്തൊക്കെ BJPയെ തോൽപ്പിക്കാൻ കഴിയുന്നുണ്ട്. അത് ഏത് പാർട്ടിയും കഴിയുന്നുണ്ട്, കോൺഗ്രസ് മാത്രമല്ല സമാജ്വാദി പാർട്ടി കഴിയുന്നുണ്ട്. രാജസ്ഥാൻ നോക്കൂ, 14-11 കഴിഞ്ഞ തവണ 25 പോയ രാജസ്ഥാന്റെ സ്ഥിതി നോക്കൂ. അവിടെ 11 സീറ്റ് പിടിക്കുന്നുണ്ട്. അവിടെയും വലിയ ഓർഗനൈസേഷണൽ സെറ്റപ്പ് ഒന്നും ഈ പറഞ്ഞ ഈ എന്താ പറയുക, CPM വിജയിക്കുന്നു, പിന്നെ കോൺഗ്രസ് 11 സീറ്റ് പിടിക്കുന്നു. അപ്പോൾ തീർത്തും അത് എന്താ പറയുക, ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു ഇന്ത്യൻ ജനതയിൽ ഒരു മനോഭാവം, ഒരു വിചാരം വളർന്നു വരികയും അത് പ്രതിഫലിക്കുകയും ചെയ്തു. അതായത് ഇങ്ങനെ ഒരാളോ 10 വർഷത്തിന് ശേഷം 15 വർഷം, യഥാർത്ഥത്തിൽ ഇപ്പോൾ സംഭവിച്ചത് അതാണ്. ഇപ്പോൾ മോദി വന്ന് പറഞ്ഞതും അതാണ്. ഇനി വീണ്ടും ഒരു 3rd ടേമിലേക്ക് NDAക്ക് ഒരു വിശ്വാസം അർപ്പിച്ചിരിക്കുന്നു ജനങ്ങൾ. അവരുടെ ലീഡ്, ഇപ്പോഴുള്ള അവർക്കുള്ള ലീഡ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ പറയുന്നതിലും തെറ്റില്ല. പക്ഷേ അണ്ടർ കറണ്ടായിട്ട് ഇത് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും. അങ്ങനെയാണ് അത് ബീഹാറിൽ ദൃശ്യമാവാത്ത എന്തുകൊണ്ടാണ്? ബീഹാറിൽ BJPയോടൊപ്പമുള്ള നിതീഷ് കുമാറിന്
നല്ല അത് നിതീഷ് കുമാറിനെ പറ്റി പൊതുവെയുള്ള പെർസെപ്ഷൻ എന്താണ്? അവസരവാദിയായ ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ളതാണ്. എന്നിട്ടും ബീഹാറിൽ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്തത് നിതീഷ് കുമാറിനെയാണ്. അവിടെ തേജസ്വി യാദവ് ഒറ്റയ്ക്ക് അദ്ദേഹം വീൽ ചെയറിലാണ് പ്രചാരണം നടത്തിയത്. ഇതേ കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അഖിലേഷ് യാദവ് എങ്ങനെയാണോ യു പിയിൽ പ്രചാരണം നടത്തിയത്, സമാനമായ രീതിയിൽ എന്താണ് റെലൻലെസ് ആയിട്ടുള്ള പ്രചാരണം നടത്തിയാണ് തേജസ്വി യാദവ്. പക്ഷെ അവിടെ ബീഹാറിൽ ബീഹാറിൽ ഇന്ത്യ മുന്നണിക്ക് ബീഹാറിൽ RJD സംഘടനാ സംവിധാനം ഗംഭീരമായിട്ടുണ്ട്. അവിടെ അത് പ്രയോജനപ്പെട്ടിട്ടില്ല. അപ്പൊ ഞാൻ പറയുന്നത് ഇതൊരു പാൻ ഇന്ത്യ എന്താണ് പ്രഭാവമല്ല. ഞാൻ പറയുന്നത് എങ്ങനെയാണ് BJP ഗ്രൗണ്ട് ലെവലിൽ നേർക്ക് നേരെ ഫൈറ്റ് ചെയ്യുക എന്നുള്ളൊരു ഉദാഹരണമാണ് സമാജ്വാദി പാർട്ടി യു പിയിൽ കാണിച്ചു തന്നത്. അതിൽ ഇന്ത്യ മുന്നണിയിലെ മറ്റ് കക്ഷികൾക്ക് പാഠങ്ങളുണ്ട്. അതിൽ ഒരുപക്ഷെ ഇത്തവണ സമാജ്വാദി പാർട്ടി നടത്തിയ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് മറ്റൊന്നായിരുന്നു, സാധാരണ നിലയ്ക്കല്ല. യാദവ പാർട്ടി എന്നുള്ള നിലയിലുള്ള അവരുടെ ഐഡന്റിറ്റിയെ മറികടന്നുകൊണ്ട് ദലിതുകളെ കൂടുതൽ സ്ഥാനാർത്ഥികളാക്കി നിർത്തുന്നുണ്ട്. അതുപോലെ തന്നെ മുസ്ലിം വോട്ടുകളെ കൈവിടാത്ത രീതിയിൽ അത് ഒരുപാട് BSP സ്ഥാനാർത്ഥികൾ മുസ്ലിം സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ട് അവരുടെ ഭാഗത്ത് നിന്ന് ഒരു സ്പോയിലേഴ്സ് അവർ ശ്രമിച്ചിരുന്നു. പക്ഷേ എന്നാൽ തന്നെയും ഫലിക്കാത്ത രീതിയിൽ എത്രത്തോളം മുസ്ലിം സ്ഥാനാർത്ഥികൾ നിന്നു എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. SP ക്ക് വേണ്ടി അങ്ങനെ ഒരുപാട് പേര് നിന്നിട്ടില്ല. പക്ഷേ ആ വിഭാഗത്തെ കൈവിടാത്ത രീതിയിലുള്ള ഒരു സംഗതി അവിടെ പിന്നെ SP പ്ലേ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അല്ല, സമാജ്വാദി പാർട്ടിയും BJPയും നേർക്ക് നേരെ ഏറ്റുമുട്ടിയ മണ്ഡലം ശ്രദ്ധിക്കുക. അവിടെ സമാജ്വാദി പാർട്ടി തോൽക്കാനുള്ള പ്രധാന കാരണം BSP സ്ഥാനാർത്ഥി പിടിച്ച വോട്ടാണ്. എല്ലാ ഇടത്തും BJP സ്ഥാനാർത്ഥികൾ നേടുന്ന ഭൂരിപക്ഷം BSP സ്ഥാനാർത്ഥികൾ നേടുന്ന വോട്ടെണ്ണത്തേക്കാൾ കുറവാണെന്ന് നമുക്ക് കാണാം. BSP സ്പോയിലറായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അത് മുസ്ലിം കാൻഡിഡേറ്റ്സിന് പ്ലേസ് ചെയ്യുന്നത് മാത്രമല്ല, സമാജ്വാദി പാർട്ടി ദളിത് കാൻഡിഡേറ്റ്സിന് പ്ലേസ് ചെയ്യുമ്പോൾ BSP അവിടെ ദളിത് കാൻഡിഡേറ്റ്സിനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ BSP സ്പോയിലറായിട്ടുണ്ട് അവിടെ. അല്ലെങ്കിൽ കുറച്ചുകൂടി ആധികാരികമായി വിജയം നേടാമായിരുന്നു. ഞാൻ പറയുന്നത് ഇപ്പോൾ കർണാടകയിലും ബീഹാറിലും കൂടി കുറെ കൂടി ഭേദപ്പെട്ട ഒരു പ്രകടനം ഇന്ത്യ മുന്നണി കാഴ്ചവെച്ചിരുന്നെങ്കിൽ, കോൺഗ്രസ് കാഴ്ചവെച്ചിരുന്നെങ്കിൽ കർണാടകയിലും ബീഹാറിലും ഓഫ് കോഴ്സ് പൊതുവെ പ്രതീക്ഷിക്കപ്പെട്ട ഒരു പെർഫോമൻസ് ഇന്ത്യ മുന്നണി ഉണ്ടായിട്ടില്ല. പക്ഷെ അതേക്കാൾ ഞാൻ അതിലൊരു ഫാക്ടറായിട്ട് കാണുന്നത് ബംഗാളാണ്. ബംഗാളിൽ ഈ ടാലിയുടെ ഉത്തരവാദി ആരാന്ന് ചോദിച്ചാൽ ഞാൻ പറയും അധിർ രഞ്ജൻ ചൗധരിയാണ്. അതെ, അധിർ രഞ്ജൻ ചൗധരി അദ്ദേഹം അല്പം കൂടെ ഒന്ന് അക്കമഡേറ്റീവ് ആയിരുന്നെങ്കിൽ, ഓഫ് കോഴ്സ് മമതാ ബാനർജി ഒരു ടഫ് ഹാൻഡാണ്, അവരായിട്ടൊരു ഡീലിലെത്തുക എന്നൊക്കെ ഇച്ചിരി പ്രയാസമാണ്. പക്ഷേ ബംഗാളിലെ മേജർ പ്ലെയർ ആരാണ്? മമതയാണ്. അവരവിടെ ഭരിക്കുന്ന പാർട്ടിയാണ്. അവരൊറ്റക്ക് പെർഫോം ചെയ്ത് തെളിയിച്ച ഒരാളാണ്. ആ നിലക്കുള്ള ഒരു ബഹുമാനം മമതാ ബാനർജിക്കും TMCക്കും കൊടുത്തിട്ട് ഒരു ഡീലിലേക്ക് കോൺഗ്രസും CPMഉം TMCയും എത്തുകയായിരുന്നെങ്കിൽ ബംഗാളിൽ നിന്ന് റിസൾട്ട് ഇങ്ങനെ ആകുമായിരുന്നില്ല. ഇപ്പോൾ അധിർ രഞ്ജൻ ചൗധരിയുടെ വ്യക്തിപരമായിട്ടുള്ള TMCയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മമതാ ബാനർജിയുമായി ബന്ധപ്പെട്ട അവരുടെ ഹോസ്റ്റൈൽ റിലേഷൻഷിപ്പ് അതിലൊരു ഘടകമുണ്ട്. ഇപ്പൊ എന്താ സംഭവിച്ചു? മോശമാണെന്ന് പറയാൻ പറ്റില്ല. ബംഗാൾ വന്നിരിക്കുന്നത്, അതായത് അധിർ തോറ്റു, CPM തോറ്റു, സലീം ആണ്. പക്ഷേ പിന്നെ ഒരു സീറ്റാണ് കോൺഗ്രസ് ജയിച്ചത്. അതെ, ഞാൻ പറഞ്ഞത് TMCയെ സംബന്ധിച്ചിടത്തോളം നല്ല നേട്ടമുണ്ടായി. നല്ല നേട്ടമുണ്ട്. പക്ഷേ BJP എത്ര സീറ്റ്? 12 സീറ്റ്. കഴിഞ്ഞ 18 ഉണ്ടായിരുന്നതാണ്, 10ലേക്ക് പോയി. ഞാൻ നോക്കുന്നു, ഈ ഇങ്ങനെ ഒരു പ്രീ പോൾ അലയൻസ്, വ്യക്തമായൊരു പ്രീ പോൾ അലയൻസ് ഉണ്ടായിരുന്നെങ്കിൽ ടാലി അങ്ങനെ ആകുമായിരുന്നില്ല. അത് നിശ്ചയം ഞാൻ പറഞ്ഞാൽ അധിർ രഞ്ജൻ ചൗധരിക്കും ബംഗാളിലെ CPMനും ഈ ടാലി ഇങ്ങനെ ആവുന്നതിൽ പങ്കുണ്ട്. അല്ല, അത് ഈ നിലയിൽ ഒന്നോ രണ്ടോ നേതാക്കൾക്കോ ഒന്നോ രണ്ടോ സംസ്ഥാനങ്ങളിലോ പറ്റിയതാണ് എന്ന് പറയുന്നതിൽ അർത്ഥമല്ല. എനിക്ക് തോന്നുന്നത് അത് ആദ്യത്തെ 2 ടേം കഴിഞ്ഞതിന് ശേഷമാണ് ഒരു സാധ്യത പോലും ഈ ഇന്ത്യ മുന്നണിക്കും കോൺഗ്രസിനും തെളിഞ്ഞു വന്നത്. അതിനുശേഷമാണ് ഒരു ശ്രമം നടത്തി തുടങ്ങിയത് എന്നാണ്. ഈ 2 ഫേസ് കഴിഞ്ഞതിന് ശേഷം 2 ഫേസ് കഴിയുകയും ഈ 2 ഫേസിനെ സംബന്ധിച്ചുള്ള അനാലിസിസുകളൊക്കെ വരികയും ചെയ്തതിന് ശേഷമാണ് ഇതിന്റെ ഒരു സാധ്യത ഇതൊന്ന് ഫൈറ്റ് ചെയ്ത് നോക്കാൻ പറ്റുമെന്ന് അവർക്ക് മനസ്സിലായത് അപ്പോഴാണ്. അല്ല, ഞാൻ ഈ വെസ്റ്റ് ബംഗാളിന്റെ കാര്യത്തിൽ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, മമത എപ്പോഴും സൂക്ഷിച്ചിട്ടുള്ളത് അവർ ഒരു ബാർഗെയിനിങ് പവറായിട്ട് നിൽക്കണം എന്നുള്ളത് അവരുടെ ഒരു രാഷ്ട്രീയത്തിന്റെ ഒരു പ്രധാന അജണ്ടയാണ് എന്ന് പറയേണ്ടി വരും. ആ ബാർഗെയിനിങ് പവർ ആവാൻ വേണ്ടി അവരൊരു പക്ഷേ അവിടെ ഈ അസോസിയേഷനിൽ നിൽക്കുന്നില്ല. അവരിപ്പോഴും ബാർഗെയിനിങ് പവറാണ്. ഇപ്പോൾ അത്രയും സീറ്റ് അവർക്ക് അവിടെ കിട്ടുകയാണെങ്കിൽ ഇന്ത്യ മുന്നണിയോടൊപ്പം നിൽക്കണോ വേണോ എന്നുള്ള അല്ല ഞങ്ങൾ പറയുന്നു. ഇപ്പൊ ആദ്യത്തെ പ്രസ്താവന എന്താ പറഞ്ഞത്? നിതീഷ് കുമാറിന് പ്രധാനമന്ത്രിയാക്കണം എന്നൊരു നിർദ്ദേശമാണ്. പ്രധാനമന്ത്രിയാക്കണം. അതിനു മുമ്പ് 4ാം ടൈമിലേക്ക് ഇലക്ഷൻ എത്തിയപ്പം അവർ ആദ്യം പറഞ്ഞത് പിന്നെ ഇന്ത്യ മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ പുറത്തുനിന്ന് പിന്തുണക്കും എന്നാണ്. അതെ. അപ്പൊ ഈ തരത്തിൽ അവരൊരു എപ്പോഴും ഒരു എന്താ പറയുക, ഒരു
ഒരു വിലപേശൽ ശക്തിയായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുകകൂടി ചെയ്യുന്നുണ്ട് ദേശീയ തലത്തിൽ എന്നുള്ളത്. എന്നാൽ അതേസമയം അവർക്കൊരിക്കലും ബംഗാൾ നഷ്ടപ്പെടുകയും അരുത്. അതാണ് അവരുടെ പ്ലാൻ എന്നുള്ളത് നമുക്കാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങളിൽ ഇന്ന് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരാൻ പോകുന്നു. അതിലേക്കുള്ളൊരു സൂചനയായി കണക്കാക്കി കഴിഞ്ഞാൽ മഹാരാഷ്ട്ര ഇപ്പോൾ എന്തായാലും പിന്നെ അവിടുത്തെ മഹാസ് വികാസ് അഘാടി അത് പിടിച്ചിട്ടുണ്ട്, ഭൂരിപക്ഷം സീറ്റുകൾ നേടിയിട്ടുണ്ട്. അതൊരു ഇതിനോടൊപ്പമുള്ള ഒരു നേട്ടമായിട്ട് ഇന്ത്യ മുന്നണിക്ക് ഇനി ആഘോഷിക്കാൻ കഴിയുന്ന ഒരു സംഗതിയിലേക്ക് പോകുമോ? മഹാരാഷ്ട്ര മാത്രമല്ല, മഹാരാഷ്ട്രയും ഹരിയാനയിലും. അതാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന 2 സംസ്ഥാനങ്ങൾ. ആ 2 സംസ്ഥാനങ്ങളും ഹരിയാനയിൽ 50-50 ആണ്. മഹാരാഷ്ട്രയിൽ ഓഫ് കോഴ്സ് ഇന്ത്യ മുന്നണിക്ക് മേൽക്കൈയുണ്ട്. അതിൽ തന്നെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇവിടെ ഈ ശിവസേന പിളരുന്നു, NCP പിളരുന്നു. ഇത് മഹാരാഷ്ട്രയിലെ BJP വിരുദ്ധ അതിൻ്റെ അണികൾ അത് സ്വീകരിച്ചിട്ടില്ല. പ്രത്യേകിച്ച് ശരത് പവാറിനെ പോലെയുള്ള വളരെ ഒരു ടവറിംഗ് ലീഡർ, വളരെ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ലീഡർ അദ്ദേഹത്തോട് വഞ്ചന കാണിച്ചു, താക്കറയുടെ ഫാമിലിയോട് വഞ്ചന കാണിച്ചു എന്നുള്ള അതിഭയങ്കരമായ ഒരു ഫീലിംഗ് അവിടെ ഉണ്ട്. പക്ഷെ അതേസമയം ഈ പറയുന്ന NCP മറുവിഭാഗം, ഔദ്യോഗിക വിഭാഗമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ചിട്ടുള്ള വിമത വിഭാഗം, അവർ പവാറിൻ്റെ ബന്ധുക്കൾ തന്നെയാണ്, വളരെ അടുത്ത ബന്ധുക്കൾ തന്നെയാണ്. അവരുമായിട്ട് ഇപ്പോഴും പവാറിന് റിലേഷൻഷിപ്പ്, കോണ്ടാക്റ്റ് ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ സംശയിക്കുന്ന അല്ലെങ്കിൽ വിചാരിക്കുന്ന ഒരു കാര്യം, ഒരു റീകോൺസിലിയേഷൻ അവർക്കിടയിൽ ഉണ്ടായേക്കാം. അതിന് ശേഷിയുള്ളൊരു ലീഡറാണ് സുപ്രിയ. ശരത് പവാർ എന്ന് പറഞ്ഞാൽ മുമ്പ് നമ്മൾ ഹർകിഷൻ സിംഗ് സുർജിത്തിൻ്റെ ഒരു സ്റ്റാച്ചർ കാണുക, ആ സ്റ്റാച്ചറിൽ ഒരാളാണ്. ആ നിലയ്ക്ക് ഒരു ഡീൽ ഉണ്ടാക്കാൻ സാധിക്കുന്ന. പക്ഷേ എന്നാലും ദാവൂദ് വിചാരിക്കുന്നുണ്ടോ ഭരണത്തിൽ എത്താനുള്ള ഒരു ശ്രമം അവർ നടത്തും, അത് എന്തെങ്കിലും ചിലപ്പോഴൊരു ഫലിച്ചു എന്നിരിക്കും എന്നൊക്കെ തോന്നുന്നുണ്ടോ? അതോ ഈ നിലയിൽ തന്നെ 291 ആണെങ്കിൽ ഓക്കെ NDA ഭരിക്കുന്നു? അതിനൊരു സാധ്യത എന്ന് പറയുമ്പോൾ 2 ഘടകങ്ങളാണ്. ഇപ്പോൾ TDP തെലുഗുദേശം പാർട്ടിക്കും JDUവിനും കൂടി 30 സീറ്റുണ്ട്. 30 സീറ്റ് എന്ന് പറയുമ്പോൾ അത് ഇങ്ങോട്ട് വരികയാണെന്ന് വിചാരിക്കുക. അത് 261 ചുരുങ്ങുകയാണ് ചെയ്യുന്നത്. ഇവർ 265 കയറുകയാണ് ചെയ്യുന്നത്. ഇത് നടക്കുമെന്ന് വെച്ചാൽ ആ നിലക്ക് ശേഷിയുള്ള നേതാക്കൾ ഉണ്ടെങ്കിൽ മറ്റാരോ ഇന്ന് പറഞ്ഞു കേട്ടോ, സുർജിത്തിനെ പോലെ. അതെ, സുർജിത്തിന് സാധിച്ച കാര്യം അത്. നോക്കൂ, ഈ UF ഗവൺമെന്റ്, യുണൈറ്റഡ് ഫ്രണ്ട് ഗവൺമെന്റ്, അങ്ങനെ ഒരു ഗവൺമെന്റ് ഉണ്ടാവും, ദേവ്ഗൌഡ പ്രധാനമന്ത്രിയാവും എന്ന് ആരെങ്കിലും സങ്കല്പിച്ചിരുന്നു? അതെന്തുകൊണ്ടാണ് സാധിച്ചതെന്ന് വെച്ചാൽ സുർജിത്തിനെ പോലെയുള്ള ഒരു പ്ലെയർ, ഒരു പൊളിറ്റിക്കൽ പ്ലെയർ, ഒരു കിങ് മേക്കർ അവിടെ ഉള്ളതുകൊണ്ടാണ്. ആ ശേഷി ഉള്ള ഒരാളാണ് ശരത് പവാർ. രണ്ടാമത്തെ ഒരു സംഗതി TDPയെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കാം. TDPയെ സംബന്ധിച്ചിടത്തോളം ദീർഘകാലാടിസ്ഥാനം നോക്കുകയാണെങ്കിൽ അവരുടെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ അവരുടെ നിലനിൽപ്പ് BJPയോടൊപ്പം നിൽക്കാതിരിക്കുന്നതാണ്. കാരണം BJPയുടെ ഈ അലയൻസ് പൊളിറ്റിക്സിൻ്റെ ബൈ പ്രൊഡക്റ്റ് എന്താണെന്ന് നമ്മൾ എല്ലാ സംസ്ഥാനങ്ങളിലും എടുത്ത് ആലോചിക്കുക. അവരുടെ സഖ്യകക്ഷികളെ അവരുടെ തോളിൽ ഇരുന്ന് പതുക്കെ തിന്നുക എന്നുള്ളതാണ്. ശിവസേനയുടെ കാര്യത്തിൽ അത് സംഭവിക്കുന്നു, JDUവിൻ്റെ കാര്യത്തിൽ സംഭവിക്കുന്നു, BJDയുടെ കാര്യത്തിൽ സംഭവിക്കുന്നു, ADMKയുടെ കാര്യത്തിൽ ഓൾമോസ്റ്റ് സംഭവിച്ചു കഴിഞ്ഞു, TDPയുടെ കാര്യത്തിൽ സംഭവിക്കും. അതുകൊണ്ട് മാത്രമല്ല, എനിക്ക് തോന്നുന്നു TDPക്ക് മുസ്ലിം കോൺസ്റ്റിറ്റ്യുവൻസീസ് ഉണ്ട്. തീർച്ചയായും അതിലും വലിയ തമാശയാണ് ഈ നരേന്ദ്രമോദി നാട് മുഴുവൻ മുസ്ലിം സംവരണവുമായി ബന്ധപ്പെട്ട ഇല്ലാ കഥകൾ, നുണകൾ അത് പ്രസംഗിച്ച് നടക്കുന്നതിനിടയിൽ TDP എന്താണ് അവരുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ പറഞ്ഞത്? ഞങ്ങൾ മുസ്ലിം സംവരണം നടപ്പിലാക്കുന്നു. ഈ പറയുന്ന ഇതിനെതിരെ പ്രസംഗിക്കുക, അദ്ദേഹത്തിന് അലയൻസ് പാർട്ണർ അവരുടെ മാനിഫെസ്റ്റോയിൽ എഴുതി വെക്കുക. പക്ഷേ ഇവർ അലയൻസ് ആയതിനു ശേഷം പിന്നെ അതിനെക്കുറിച്ച് മിണ്ടിയിട്ടില്ല. നരേന്ദ്രമോദി മിണ്ടിയിട്ടില്ല. അല്ല, നായിഡുയുടെ മാനിഫെസ്റ്റോയിൽ അതുണ്ടല്ലോ. ഉണ്ട്. ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ ഫെഡറലിസം എത്ര കണ്ട് ഇതുവഴി ശക്തിപ്പെടും എന്നുള്ള ചോദ്യത്തിലേക്ക് വരാനുണ്ട്. നാസർ എന്തോ പറയാമെന്ന്. പക്ഷേ അതിലൊരു പ്രശ്നം, ഇപ്പം ഈ പറഞ്ഞതുപോലെ ഈ ശരത് പവാറിന്റെ കപ്പാസിറ്റി ആരും സംശയിക്കുന്നില്ല. അദ്ദേഹത്തിന് കഴിയും, അദ്ദേഹത്തിന് 2 തരത്തിൽ കഴിയും. അദ്ദേഹത്തിന് പിന്നെ തന്ത്രവുമുണ്ട്, പിന്നെ അദ്ദേഹത്തിന് കഴിയും ചെയ്യും. ഇപ്പം ഈ തെരഞ്ഞെടുപ്പ് വിധി തന്നെ കണ്ടതെന്ന് വെച്ചാൽ പാർട്ടിയില്ല, ചിഹ്നമില്ല, കാശില്ല, ഇതൊന്നുമില്ലാഞ്ഞിട്ട് പോലും അദ്ദേഹം അവിടെ ജയിച്ചു എന്നുള്ളത് ഒന്ന്. പിന്നെ ഇതേപോലത്തെ ഒരു പോയവരെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളൊരു സംഭവം ഈ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ കണ്ടു. അജിത് പവാർ ആദ്യം പോകുന്നു, അപ്പുറം പോയിട്ട് പിന്നെ അവരുടെ കൂടെ ഉപമുഖ്യമന്ത്രി ആവുന്നു, എന്നിട്ട് പിന്നെ തിരിച്ചു വരുന്നു. ഇതൊക്കെ കണ്ടു. ഇതൊക്കെ കഴിയുന്ന ഒരു നേതാവ് ഉണ്ടായിരിക്കെ സഖ്യകക്ഷി ഈ പിന്നെ മുന്നണി രാഷ്ട്രീയത്തിൽ എന്ത് കളിയും കളിക്കാൻ പറ്റും എന്നുള്ളത് ശരിയാണ്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണങ്ങളുണ്ടല്ലോ, ഇപ്പം ഈ ഗുജറാത്ത് പ്രധാനമന്ത്രിയായ കാലം, അല്ലെങ്കിൽ പിന്നെ ദേവഗൌഡ പ്രധാനമന്ത്രിയായ കാലം എന്നൊക്കെ പറഞ്ഞാൽ പരമാവധി വന്നാൽ 13-14 പാർട്ടികളായിരുന്നു ഒരു മുന്നണിക്കകത്തുണ്ടായിരുന്നത്.
ഇപ്പോൾ തന്നെ ആൾറെഡി 28 പാർട്ടികൾ ഈ പിന്നെ ഇന്ത്യ മുന്നണിയിലുണ്ട്. ഇനിയിപ്പം ഈ പറഞ്ഞതുപോലെ പാർട്ടികളുടെ എണ്ണം NDA-ലാണ് കൂടുതൽ. NDA-യിൽ തമിഴ്നാട്ടിൽ തന്നെ 12ഓളം പാർട്ടികൾ. പക്ഷേ അത് ആദ്യഘട്ടത്തിലാണ്. അല്ല, ഇപ്പോൾ ചെറിയ ചെറിയ പാർട്ടികളായിട്ട് നമ്മൾ മൊത്തം പാർട്ടികളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ NDA-യിലാണ് പാർട്ടികളുടെ എണ്ണം കൂടുതൽ. പക്ഷേ അത് ഈ പറയുന്നത് ജൂനിയർ പ്ലേയേഴ്സ് ആണ് അവരുടെ പാർട്ടികളൊക്കെ സ്റ്റേറ്റ് പാർട്ടികൾ. പിന്നെ തന്നെയല്ല, ഒരു ഈ BJP പോലത്തെ ഒരു വലിയൊരു ഘടകം അവിടെ ഉണ്ട്. അതില്ലാതിരിക്കെ ഇനിയിപ്പം ഈ 2 പാർട്ടികളെ ഇപ്പം JDU-നെയും TDP-യും കൂടി വിളിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ 30 പാർട്ടികളായി. ഇത്രയും പാർട്ടികളെ വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു സഖ്യം, ആ സഖ്യത്തിൻ്റെ ഒരു ഗവൺമെന്റ് കൊണ്ടുപോകൽ സാധ്യമാണോ എന്നുള്ളൊരു പ്രശ്നം പുതിയ കാലത്ത് അത് സാധ്യമാണ്. ഞാൻ ഒരു ചോദ്യം കൂടിയുള്ളത്, ദാവൂദ്, ഇപ്പോൾ ഡൽഹി 7 സീറ്റും അവർ കോൺഗ്രസും പിന്നെ ആം ആദ്മി പാർട്ടിയും തമ്മിൽ സഖ്യമുണ്ടാക്കിയിട്ടും പിന്നെ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയിട്ടും അദ്ദേഹം ജാമ്യം നേടി പുറത്തു വന്ന് ഈ പ്രസംഗങ്ങളൊക്കെ നടത്തിയിട്ടും ഒരു രക്ഷയുണ്ടായിട്ടില്ല ആം ആദ്മി പാർട്ടിക്ക് എന്നുള്ളതാണ്. തീർച്ചയായും അത് നമ്മൾ സ്ഥിരം പറയുന്ന കാര്യമാണല്ലോ. ആം ആദ്മി പാർട്ടിയുടെയും BJP-യുടെയും വോട്ട് ബാങ്ക് ഒന്നാണ്. അതാണ്. അപ്പോൾ അത് സഖ്യമായി മത്സരിച്ചെടുത്ത് അത് വർക്ക് ചെയ്തില്ല. നേരെ മറിച്ച് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും പരസ്പരം മത്സരിച്ചു. തൊട്ടപ്പുറത്തെ പഞ്ചാബിൽ എന്ത് സംഭവിച്ചു? അവിടെ BJP സമ്പൂർണ്ണമായി ഇല്ലാതായി. അവിടെ AAP-ക്ക് 3 സീറ്റ് അല്ലേ? AAP-ക്ക് 3 സീറ്റ്, ബാക്കി സീറ്റ് കോൺഗ്രസ് എടുക്കുന്നു. 1 സീറ്റ് SID എടുത്തു. അപ്പോൾ അതെന്താ മനസ്സിലാക്കേണ്ടത്? അവിടെ AAP-യും കോൺഗ്രസും പരസ്പരം മത്സരിക്കുമ്പോൾ അത് BJP-ക്ക് നഷ്ടമാവുന്നു. തൊട്ടിപ്പത്ത് ഡൽഹിയിൽ AAP-യും കോൺഗ്രസും ഒന്നിച്ച് മത്സരിക്കുമ്പോൾ മത്സരിച്ച സന്ദർഭങ്ങളിലും BJP-ക്ക് അത് ഡൽഹിയിൽ നോക്കൂ. ഈ ഡൽഹിയിലെ അസംബ്ലി തെരഞ്ഞെടുപ്പ് കാലത്ത് അവിടെ ഉയരുന്ന ഒരു മുദ്രാവാക്യമുണ്ട്. മുദ്രാവാക്യം ഒരു പൊതുവായൊരു ടോക്ക്: കേന്ദ്രം ഭരിക്കാൻ മോദിജി, ഡൽഹി ഭരിക്കാൻ കെജ്രിവാൾജി. ഇതാണ് അവരുടെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. ആ പാറ്റേൺ ആണ് വർക്ക് ചെയ്തിരിക്കുന്നത്. അജിംസ്, ഈ ഏറ്റവും അധികം ഫെഡറലിസത്തിൻ്റെ ആ ഒരു അടിസ്ഥാന രൂപരേഖയൊക്കെ വളരെയധികം ചോദ്യം ചെയ്യപ്പെട്ട ഒരു കാലമെന്ന് നമ്മൾ വിലയിരുത്തിയ ഒരു കാലം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വന്നത്. പ്രാദേശിക കക്ഷികൾക്ക് നല്ല കരുത്തുണ്ടാകുന്നു, ചില കക്ഷികൾക്കെങ്കിലും കരുത്തുണ്ടാകുന്നു. അപ്പോൾ അത് ഫെഡറലിസം ശക്തിപ്പെടുത്തുമോ? ഈ മനുഷ്യരുടെ ബിഹേവിയറും മനുഷ്യരുടെ ബോഡി ലാംഗ്വേജും പോലെയാണ് പാർട്ടികളുടെയും സർക്കാരിൻ്റെയും. സർക്കാർ ഒരു മനുഷ്യനായി നമ്മൾ സങ്കല്പിക്കുക, ബോഡി പൊളിറ്റിക്സ് എന്ന് പറയുന്ന പോലെ. ഇന്ന് നരേന്ദ്രമോദി ആ വേദിയിൽ വന്നപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചോ, അദ്ദേഹത്തിൻ്റെ മുഖം കനത്തിരിക്കുകയാണ്. ദൈവഭാവം ഇല്ല, ദൈവഭാവം ഇല്ലാന്ന് മാത്രമല്ല, അസ്വസ്ഥനാണ് അദ്ദേഹം, ടെൻസ്ഡ് ആണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളുണ്ട്, ബോഡി ലാംഗ്വേജിലുണ്ട്. ഈ ബോഡി ലാംഗ്വേജ് ആ സർക്കാരിനെ പ്രതിഫലിക്കും. സർക്കാരിനെ പ്രതിഫലിക്കുന്നു പറഞ്ഞാൽ പാർലമെന്റിൽ 303 സീറ്റുമായി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി BJP നിൽക്കുന്നതും ഈ പൊസിഷനിൽ പാർലമെന്റിൽ മോദി പ്രധാനമന്ത്രിയായി നിൽക്കുന്ന തമ്മിൽ പെരുമാറ്റത്തിൽ വ്യത്യാസം ഉണ്ടായേ മതിയാകൂ. ഇനി അങ്ങനെ ഒരു പൊസിഷനിൽ മോദി വന്ന് നിൽക്കുമോ എന്നുള്ള ക്വസ്റ്റ്യൻ മാത്രമാണുള്ളത്. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഒരു കോംപ്രമൈസിലേക്ക് പോകേണ്ടി വരും. അത് സ്വന്തം സഖ്യകക്ഷികളോട് മാത്രമല്ല, പ്രതിപക്ഷത്തോടും കോംപ്രമൈസ്ഡ് ആകും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടാവാൻ പോവുകയാണ്. അത് ഇന്നത്തെ ഇന്ത്യൻ ജനാധിപത്യത്തെ സംബന്ധിച്ച് വളരെ വളരെ പ്രധാനമാണ്. ഒരു ഔദ്യോഗിക പ്രതിപക്ഷ നേതാവ് ഉണ്ടാകുന്നു എന്നുള്ളത് ഈ സർക്കാരിൻ്റെ, ഈ പ്രധാനമന്ത്രിയുടെ ബോഡി ലാംഗ്വേജിനെയും പെരുമാറ്റത്തെയും സ്വാധീനിക്കും. അപ്പോൾ മനുഷ്യർ എങ്ങനെയാണോ പെരുമാറുന്നത്, ബിഹേവിയർ എങ്ങനെയാണോ, ഒരു സർക്കാരിൻ്റെ ബിഹേവിയർ നമ്മൾ കാണാൻ പോവുകയാണ് അടുത്ത പാർലമെന്റിൽ. ഇനി വരാൻ പോകുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ നമുക്കത് ദൃശ്യമാകും. അത് ഫെഡറലിസത്തെ ശക്തിപ്പെടുത്തുക തന്നെ ചെയ്യും. തീർച്ചയായിട്ടും അതാണ്. അപ്പോൾ അത് ആ നിലയ്ക്ക് ഇപ്പോൾ പ്രാദേശിക കക്ഷികൾ നടത്തിയിട്ടുള്ള മുന്നേറ്റമാണ് ഒരർത്ഥത്തിൽ. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഇപ്പോൾ ഈ 2000-ന് മുമ്പുള്ള ആ കാലഘട്ടത്തിൽ അവർ നേടിയെടുത്തതുപോലുള്ള ഒരു കരുത്തിലേക്ക് അവർ തിരിച്ചു വരുന്നു. നമ്മൾ നഷ്ടപ്പെട്ടു പോകും എന്ന് വിചാരിച്ചിരുന്ന, അല്ലെങ്കിൽ BJP എല്ലാം ഒന്നാക്കി മാറ്റി അവരുടെ സ്വന്തമാക്കും എന്ന് വിചാരിച്ചിരിക്കുന്ന ഈ സംസ്ഥാനങ്ങളുടെയൊക്കെ ഒരു പദവിയും അവരുടെ അധികാരങ്ങളും ഒക്കെ ഇനിയും അതേപടി നിലനിൽക്കും. അതങ്ങനെ നഷ്ടപ്പെട്ടു പോകാൻ ചോദ്യം ചെയ്യപ്പെടും. അങ്ങനെ ഏകപക്ഷീയമായി അംഗങ്ങളെ സസ്പെൻഡ് ചെയ്യാൻ മുതിരില്ല. കഴിഞ്ഞ 10 വർഷം നമ്മൾ കണ്ടതുപോലെ ശബ്ദങ്ങൾ കേൾപ്പിക്കപ്പെടും, മറുപടി ഉണ്ടാകും. മറുപടി അങ്ങനെയാണെങ്കിൽ തന്നെ ഒരു ചോദ്യം കൂടി ഉണ്ട്. ഇപ്പൊ അങ്ങനെ അധികാരത്തിൽ വരുന്ന ഒരു ഗവൺമെന്റിന് CAA പോലുള്ള കരിനിയമം, പിന്നെ അതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട സിവിൽ കോഡ്, യൂണിഫോം സിവിൽ കോഡ് പോലുള്ള തീരുമാനങ്ങളിലേക്കൊക്കെ പോകാൻ കഴിയും? പ്രയാസമായിരിക്കും. എന്നുവെച്ചാൽ പ്രത്യേകിച്ച് JDU-നെ സംബന്ധിച്ചിടത്തോളം ബിഹാറിൽ അവരുടെ മുസ്ലിം കോൺസ്റ്റിറ്റ്യുവൻസി അഡ്രസ്സ് ചെയ്തിരിക്കാൻ പറ്റില്ല. TDP ആന്ധ്രയിൽ പറ്റില്ല. സ്വാഭാവികമായിട്ടും നമുക്ക് മുമ്പ് കോമൺ മിനിമം പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമുണ്ട്. ആ നിലയിലുള്ള ഒരു ധാരണയിലേക്ക് സഖ്യകക്ഷികളായിട്ട് എത്തേണ്ടി വരും. അതിലിപ്പോൾ അജിംസ് പറഞ്ഞ ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ഈ കോalition പൊളിറ്റിക്സ് എന്ന് പറയുന്നത് അതൊരു കലയാണ്. അത് പഠിച്ച് പരിശീലിച്ചെടുക്കേണ്ട ഒരു കലയാണ്. ഇന്ത്യയെ ആ പൊളിറ്റിക്സ് പഠിപ്പിച്ചത് നമ്മുടെ കേരളമാണെന്ന് മനസ്സിലാക്കണം. EMS-ഉം കരുണാകരൻ്റെയും വലിയ സംഭാവന അതിനകത്തുണ്ട്. മോഡിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു കോalition പൊളിറ്റിക്സ് അദ്ദേഹം ജീവിതത്തിൽ ഒരിക്കൽ പോലും പ്രാക്ടീസ് ചെയ്തിട്ടില്ല. വാജ്പേയിക്ക് അതിമനോഹരമായ വാജ്പേയി BJP-യുടെ ഇന്ത്യയിലെ
ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ആഴമുള്ള ഐഡിയോളജിക്കൽ ഒപ്പോണൻസ് ആരാന്ന് വെച്ചാൽ ദ്രാവിഡ പാർട്ടികളാണ്. ഈ ദ്രാവിഡ പാർട്ടികളുമായിട്ട് അലയൻസ് ഉണ്ടാക്കിയിട്ടുണ്ട് വാജ്പേയി. അവരുടെ മന്ത്രിസഭയിൽ DMK, നമ്മൾ ഇന്നീ പറയുന്ന DMK ഉണ്ടല്ലോ, സ്റ്റാലിൻ DMK, TMC, ഇവരൊക്കെ വാജ്പേയിയുടെ കാലത്ത് അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ എന്തുകൊണ്ട് അവർക്ക് മന്ത്രിസഭയിൽ കയറിയിരിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ആ കോലീഷൻ പൊളിറ്റിക്സ് കൊണ്ടു നടക്കാനുള്ള ഒരു ക്രാഫ്റ്റ് ഉമർ അബ്ദുള്ള ഉണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റുകാരുണ്ടായിരുന്നു, കമ്മ്യൂണിസ്റ്റുകാരുണ്ടായിരുന്നു. ഒരു പല ഘട്ടത്തിലും അല്ല VP സിംഗിന്റെ കാലത്ത് രണ്ട് ഭാഗത്ത് തുണച്ചു എന്നുള്ളത് മാത്രം. അത് മാത്രമല്ല അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള ശേഷമുള്ളതിലുണ്ടായിരുന്നു. വാജ്പേയി വിദേശകാര്യമന്ത്രിയായിരുന്നു ആ മന്ത്രിസഭയിൽ. ഞാൻ പറയുന്നത് വാജ്പേയി പ്രധാനമന്ത്രിയായിരിക്കെ ഈ കോളീഷൻ പൊളിറ്റിക്സ് അതിമനോഹരമായി അദ്ദേഹം കൊണ്ടു നടന്നിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിന് അത് അറിയില്ലല്ലോ. മോഡിയെ സംബന്ധിച്ച് അദ്ദേഹം ജീവിതത്തിൽ ഒരിക്കൽ പോലും അത് പ്രാക്ടീസ് ചെയ്തിട്ടില്ല. അദ്ദേഹം ഗുജറാത്ത് നിയമസഭയിലേക്ക് വരുന്നു, അദ്ദേഹം സംസാരിക്കുന്നു, അദ്ദേഹം മാത്രം സംസാരിക്കുന്നു. അത് ശീലിച്ച ഒരാളാണ്. ഞാൻ സാധാരണ പറയുന്നൊരു കാര്യമുണ്ട്, ഇന്ത്യയിൽ നമ്മുടെ ഇന്ത്യൻ പൊളിറ്റിക്കൽ ഹിസ്റ്ററിയിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സംഗതിയുണ്ട്. എന്നുവെച്ചാൽ ജവഹർലാൽ നെഹ്റു കഴിഞ്ഞാൽ ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച രാഷ്ട്രതന്ത്രജ്ഞൻ, രാഷ്ട്രീയ നേതാവ്, പ്രധാനമന്ത്രി എന്ന് പറയുന്നത് മൻമോഹൻ സിംഗ് ആണ്. UPA 1, UPA 2 എന്ന് പറയുന്ന ഗവൺമെൻറ് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഒരു പാരഡൈം ഷിഫ്റ്റ് കൊണ്ടുവന്ന സർക്കാരുകളാണ്. ഓഫ് കോഴ്സ് അതിന് ഒരുപാട് ദൗർബല്യങ്ങൾ, പ്രത്യേകിച്ച് സെക്കൻഡ് ടേമിലുണ്ടായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ മനോഹാരിതയിലെ പല ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം നേരത്തെ നിങ്ങൾ പറഞ്ഞ ഇത് തന്നെയാണ്. ഇന്ത്യൻ യാഥാർത്ഥ്യത്തെ, ഇന്ത്യൻ വൈവിധ്യങ്ങളെ അതിമനോഹരമായി റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ഗവൺമെൻറ് ആയിരുന്നു, ഒരു ഫോർമേഷനായിരുന്നു. ഇപ്പോൾ നോക്കൂ, ഇന്നിപ്പോൾ ഇന്ത്യ മുന്നണിയാണ്, അല്ല NDA ആണ് നാളെ അധികാരത്തിൽ വരുന്നത് വിചാരിക്കുക, അതല്ല ഇന്ത്യ മുന്നണിയാണ് വരുന്നത് വിചാരിക്കുക, ആരായാലും ഈ എലമെന്റ്സ് അതിനകത്തുണ്ട് എന്നുള്ളതാണ്. ഒരു ബഹുസ്വര ഇന്ത്യയുടെ എലമെന്റ്സിനെ കൂട്ടിച്ചേർക്കാതെ, അത് ഉൾക്കൊള്ളാതെ ഒരു ഗവൺമെന്റിന് ഇനി ഇന്ത്യയിൽ സാധ്യമല്ല. ഈ ഫലങ്ങൾ വെച്ച് സാധ്യമല്ല എന്നുള്ള വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്നലെ വരെ ഉണ്ടായിരുന്ന NDA ഗവൺമെന്റ് ആയിരിക്കില്ല ഇനി അങ്ങോട്ട് ഉണ്ടാവുക എന്നത് സംശയമില്ലാത്ത കാര്യമാണ്. അതിൽ ഏതൊക്കെ തരത്തിലാണ് അത് വ്യത്യാസങ്ങൾ വരിക എന്നുള്ളതൊക്കെ നമുക്ക് ഒരുപക്ഷെ കണ്ടറിയേണ്ടി വരുമെന്ന് തോന്നുന്നു. അതിൽ വേറൊരു സാധ്യത കൂടെ അതിൽ കാണുന്നില്ലേ? ഇപ്പം നമ്മൾ ഈ പറയുന്നത്, പിന്നെ കർണാടകയിൽ കോൺഗ്രസിന് വിചാരിച്ച നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ YSRന്റെ മകളെ കൊണ്ടുപോയി PCC പ്രസിഡന്റ് ആക്കിയിട്ട് പോലും ആന്ധ്രയിൽ കാര്യമായ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ തന്നെയും നോർത്ത് ഇന്ത്യയിൽ, ഹിന്ദി ഹാർട്ട്ലാൻഡിൽ കോൺഗ്രസ് തിരിച്ചു വരുന്നതിന്റെ സൂചനകൾ കാണിക്കുന്നു എന്നുള്ളത് ആസാം മുതൽ ഇങ്ങോട്ട്. യെസ്, ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഗുജറാത്തിൽ 2 സീറ്റ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഗുജറാത്തിലുണ്ട്, രാജസ്ഥാനിലുണ്ട്, മധ്യപ്രദേശിൽ ഉണ്ടായിട്ടില്ല. എന്നാൽ UPയിൽ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ നേട്ടം ഉണ്ടായിട്ടുണ്ട്. നമുക്കൊരു ചെറിയ ഇടവേളയുണ്ട്. നോർത്ത് ഈസ്റ്റിലും ഉണ്ട്. മണിപ്പൂരിൽ 2 സീറ്റും കോൺഗ്രസ് നേടിയിട്ടുമുണ്ട്. എന്തായാലും ഒരു ചെറിയ ഇടവേള ആവശ്യമാണ്. ഉടൻ തന്നെ തിരിച്ചെത്താം. അതിനുശേഷം നമ്മൾ കേരളത്തിന്റെ രാഷ്ട്രീയ ഫലങ്ങളിലേക്ക് തിരിച്ചെത്താം. യെസ്, ദി ഗ്രേറ്റ് ഇന്ത്യൻ വേർഡിക്റ്റിന്റെ ഭാഗമായിട്ടുള്ള എഡിറ്റേഴ്സ് പാർലമെന്റ് എന്ന പരിപാടിയിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. നമുക്ക് രണ്ടാം ഭാഗത്ത് നാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേരളത്തിലെ സാഹചര്യമാണെന്ന് പരിശോധിക്കേണ്ടത്. ഞാൻ നിങ്ങൾക്കെല്ലാം വിട്ടു തരുന്നു, എന്ത് വേണമെങ്കിലും പറയാം. ഈ സ്വയം പ്രഖ്യാപിത എഡിറ്റേഴ്സ് പാർലമെന്റിനോട് മിക്കവാറും അതിരൂക്ഷമായി നാളെ മുതൽ സോഷ്യൽ മീഡിയ പ്രതികരിക്കാൻ സാധ്യതയുണ്ടെന്ന് കൂടി അറിയിക്കുകയാണ്. അതൊക്കെ നമ്മുടെ സ്വാതന്ത്ര്യമാണ്. അജിംസ്, കേരളീകരിക്കാൻ അവർക്കും സ്വാതന്ത്ര്യമുണ്ട്. ഉണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. എല്ലാവരുടെയും ജനാധിപത്യവും സ്വാതന്ത്ര്യവും ഒക്കെ സംരക്ഷിക്കപ്പെടുന്ന ഒരു ദിവസമായിട്ട് ഇന്ന് മാറിയല്ലോ. എന്തായാലും സന്തോഷം. അജിംസ്, എന്തായാലും കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആദ്യം പറയേണ്ടി വരുന്നത് തൃശ്ശൂർ എങ്ങനെ സുരേഷ് ഗോപി ജയിച്ചു എന്നുള്ള ചോദ്യമാണ്. തൃശ്ശൂർ എങ്ങനെ എടുത്തു എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിലൊക്കെ തൃശ്ശൂർ പ്രചാരണത്തിന്റെ ആദ്യഘട്ടത്തിലൊക്കെ സുനിൽകുമാർ വളരെ മുന്നിലാണ്. അദ്ദേഹമാണ് ആദ്യം രംഗത്തെത്തിയത്. നമുക്ക് അദ്ദേഹത്തിന്റെ ഒരു ജനപ്രീതി അതൊക്കെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. സുരേഷ് ഗോപിക്ക് അത്രയ്ക്കൊന്നും സാധ്യതയില്ല എന്നൊക്കെ പറഞ്ഞു. എവിടെയാണ് ആ മാറ്റം വന്നിട്ടുണ്ടാവുക? തൃശ്ശൂര് വോട്ടറായ എൻ്റെ ഒരു സുഹൃത്ത് ഗ്രാജുവേറ്റ് ആണ്, സർക്കാർ എംപ്ലോയി ആണ്. സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചത്. ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. അങ്ങനെ ഒരു പ്രതിച്ഛായ ഉണ്ടാക്കാൻ കഴിഞ്ഞ 5 വർഷം കൊണ്ടല്ല അദ്ദേഹത്തിന് സാധിച്ചത്. അദ്ദേഹം 5 വർഷമായിട്ട് അവിടെ സ്ഥാനാർത്ഥിയാണ്. മുരളീധരൻ വന്നത് ഏറ്റവും അവസാന നിമിഷമാണ്. സുനിൽകുമാർ വന്നത് പ്രഖ്യാപനത്തിന് ശേഷമാണ്. പക്ഷേ കഴിഞ്ഞ 5 വർഷമായി, 5 വർഷമല്ല അതിന് മുമ്പുള്ള വർഷം മുതലേ അദ്ദേഹം തൃശ്ശൂരിലെ സ്ഥാനാർത്ഥി തന്നെയാണ്. അത് അദ്ദേഹത്തിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ അദ്ദേഹം നല്ല മനുഷ്യനാണ് എന്നുള്ള ഇമേജ് BJPയിൽ ചേർന്നതിന് ശേഷം ഇല്ലാതായിട്ടില്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ആ ഇമേജ് അദ്ദേഹത്തിന് നേരത്തെ ഉണ്ട്. അദ്ദേഹം സാറിന് ഓർമ്മയുണ്ടാവും, ഒരു ബെൻസി എന്നു പേരുള്ള HIV ബാധിതരായ 2 കുട്ടികൾ, ആ കുട്ടികളുടെ കാര്യത്തിൽ സുരേഷ് ഗോപി എടുത്തൊരു ഇനിഷ്യേറ്റീവ് ഉണ്ട്. അത് ഒരു മനുഷ്യസ്നേഹിയായ ഒരു സിനിമാ നടൻ എന്നൊരു ഇമേജ് അദ്ദേഹത്തിന് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കേരളം മൊത്തത്തിൽ അദ്ദേഹത്തിനുണ്ട്. തൃശ്ശൂരിൽ ആ ഇമേജ് അദ്ദേഹം കളഞ്ഞു കുളിച്ചിട്ടില്ല.
എന്തെല്ലാം വിവാദങ്ങൾ ഉണ്ടായാലും അദ്ദേഹത്തിന് നേരെ ഉണ്ടായിട്ടുള്ള വിവാദങ്ങളെല്ലാം അദ്ദേഹം അവസരമാക്കി മാറ്റുകയാണ് അവസരമാക്കി. അതാണ് ഒരു പ്രധാനപ്പെട്ട ഈ നെഗറ്റിവിറ്റി വന്ന എല്ലാ സന്ദർഭങ്ങളും പോസിറ്റീവ് ആക്കി മാറ്റി എന്നുള്ളത്. പക്ഷെ അത് മാത്രമാണോ ദാവൂദ്? അത് മാത്രം കൊണ്ട് ഇത്ര ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക, പിന്നെ നേരത്തെ ഉണ്ടായിരുന്നതിൻ്റെ ഇരട്ടി വോട്ടിലേക്ക് പോകുക, ഒരു വളരെ കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള ഒരു വോട്ട് ബാങ്കിൽ നിന്ന് സുരേഷ് ഗോപിക്ക് വോട്ടുകൾ വന്നത്. ഞാൻ ചോദിക്കുന്നത് ക്രൈസ്തവ സഭയിൽ നിന്നുള്ള വോട്ടുകൾ തന്നെയാണ്. തീർച്ചയായും അത് പല ഘടകങ്ങളല്ല. ഒരു ഘടകം അജിംസ് പറഞ്ഞത് 5 വർഷമായി ഒരു മനുഷ്യൻ അവിടുന്ന്, 5 വർഷമല്ല 10 വർഷമായി ഒരു മനുഷ്യൻ അവിടുന്ന് പണിയെടുത്തുകൊണ്ടിരിക്കുകയല്ലേ, മരിച്ച് പണിയെടുത്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരാളോട് ആളുകൾക്ക് സ്വാഭാവികമായിട്ടുണ്ടാകുന്നു, ഇത്ര കാലമായി ഒന്ന് ഒരു വോട്ട് കൊടുത്തേക്കാം. ആ നിലക്കാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹം BJPയുടെ രാഷ്ട്രീയമൊന്നുമില്ലല്ലോ അവിടെ പോയി പ്രസംഗിക്കുന്നത്. അദ്ദേഹം വളരെ പേഴ്സണലായിട്ടാണ് സംസാരിക്കുന്നത്. ഇത് നേമത്ത് O രാജഗോപാൽ ജയിച്ച ആ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പൊതുവെ പറയപ്പെട്ട ഒരു വിശകലനം ഉണ്ടല്ലോ, രാജേട്ടൻ ഇനി മത്സരിക്കാനുണ്ടാവില്ല, കുറേ കാലമായില്ല, അദ്ദേഹം വോട്ട് ചോദിച്ചു വരും, ഇത്തവണ കൊടുത്തേക്കാം എന്നൊരു നിഗമനത്തിൽ ആളുകൾ സോഫ്റ്റ് കോർണർ അത് നിലനിർത്താൻ പറ്റിയില്ലല്ലോ. BJPക്ക് ആ മണ്ഡലം നിലനിർത്താൻ പറ്റിയില്ലല്ലോ. അപ്പോൾ രാജേട്ടന് കിട്ടിയ ഒരു വോട്ടായിരുന്നത്. ആ നിലക്ക് സുരേഷ് ഗോപിക്ക് കിട്ടിയ വ്യക്തിപരമായി കിട്ടിയ വോട്ടുകളാണ് ഒന്നാമത്തെ ഘടകം. BJPയുടെ രാഷ്ട്രീയത്തിന് കിട്ടിയ വോട്ടല്ല. നോക്കൂ, ഇതേ തൃശ്ശൂർ ജില്ലയുടെ ഭാഗമാണല്ലോ ചാലക്കുടി മണ്ഡലം. ചാലക്കുടിയിൽ BJP 4ാം സ്ഥാനത്താണ്, അവിടെ 3ാം സ്ഥാനത്ത് നിൽക്കുന്ന 2020 ആണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ BJPയുടെ ഒന്നും അവിടെ പ്രവർത്തിച്ചില്ല എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വിജയത്തിലേക്ക് എത്തിച്ചത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള അധ്വാനം, വ്യക്തിപരമായിട്ടുള്ള അപ്പീൽ, ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട ഘടകമായിട്ടുണ്ട്. അപ്പോൾ അത് ശരിയായ വിധം ഉപയോഗപ്പെടുത്തുന്നതിൽ അദ്ദേഹം കേന്ദ്രമന്ത്രിയാവുമെന്ന് പ്രചരിപ്പിച്ച് നാട്ടുകാർ. പക്ഷെ പുള്ളി പറഞ്ഞു വന്നു, ഞാൻ 5 മന്ത്രിമാരെ എനിക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് മോഡിയോട് പറഞ്ഞിട്ട് ശരിയാക്കി, എൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന 5 മന്ത്രിമാരെ ഞാൻ മോഡിജിയോട് പറഞ്ഞിട്ട് എടുക്കുന്നതാണ് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ നിലക്ക് അതിനെ കണ്ടാൽ മതി. പക്ഷേ ഇതിലുള്ള രാഷ്ട്രീയമായ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൽ കൂടെയാണ് ക്രിസ്ത്യൻ സഭയുടെ ഭാഗത്ത് നിന്ന് സോഫ്റ്റ് അപ്രോച്ച് ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസിന് സാധാരണഗതിയിൽ വോട്ട് ചെയ്യുന്ന ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് നിശ്ചിത ശതമാനം വോട്ട് സുരേഷ് ഗോപിക്ക് പോയിട്ടുണ്ട്. ഇതിന്റെ ഭാവി എന്താണെന്ന് വെച്ചാൽ, ഇത് BJPക്ക് ഇതിലൂടെ ലഭിക്കുന്ന എന്താണെന്ന് വെച്ചാൽ, BJP എന്ന് പറയുന്ന പാർട്ടി കേരളത്തിലൊരു വിന്നബിൾ പാർട്ടിയാണ് എന്നൊരു മെസ്സേജ്. അത് BJPയെ സംബന്ധിച്ചിട്ടുള്ള ഒരു മൈൽ സ്റ്റോണാണ്. BJPയുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തടസ്സം എന്താണെന്ന് ചോദിച്ചാൽ, BJPക്ക് വോട്ട് ചെയ്യാനൊന്ന് ആഗ്രഹിക്കുകയും അതിന് വെമ്പി നിൽക്കുകയും ചെയ്യുന്ന ഒരുപാട് ആളുകൾ, ഞാനിപ്പോൾ അവന് താമരക്ക് കുത്തിയിട്ട് എന്ത് കാര്യം എന്ന് വിചാരിച്ച് മാറി നിന്ന ഒരു പോപ്പുലേഷൻ ഉണ്ട്. അവരൊന്ന് എൻകറേജ് ചെയ്യുകയാണ്. ഒരു കാര്യവും കൂടിയുണ്ട്. അതായത് ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ മൊത്തം നിയമസഭാ മണ്ഡലങ്ങളുടെ കണക്കെടുത്താൽ 11 നിയമസഭാ മണ്ഡലങ്ങളിലെങ്കിലും BJP 1ാം സ്ഥാനത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ സൂചന. തന്നെയുമല്ല, 2 മണ്ഡലങ്ങൾ ഒഴികെ ഇപ്പോൾ പത്തനംതിട്ടയും ചാലക്കുടിയും, ഈ 2 മണ്ഡലങ്ങൾ, ഇപ്പോൾ പത്തനംതിട്ട ഒരു 2% പിന്നെ കുറവുണ്ടായിട്ടുണ്ട്, ചാലക്കുടിയിൽ 4% വോട്ടിൻ്റെ കുറവുണ്ടായിട്ടുണ്ട്. ഈ 2 സ്ഥലങ്ങളിൽ മാത്രമേ BJPയുടെ വോട്ട് കുറഞ്ഞിട്ടുള്ളൂ. ബാക്കി മുഴുവൻ മണ്ഡലങ്ങളിൽ BJPയുടെ വോട്ട് കൂടിയാണ്. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയത്തേക്കാൾ BJPക്ക് പ്രാധാന്യം അർഹിക്കുന്നത് ഈ വോട്ട് പെർസെൻറ്റേജിലെ വർധനവും 2ാം സ്ഥാനത്ത് എത്തുന്നതാണ്. അതിൻ്റെ ഒരു കാരണം, സുരേഷ് ഗോപി ഒരു പേഴ്സണൽ അപ്പീലിൽ നേടുന്ന വോട്ടിനേക്കാൾ പവർഫുള്ളും ഫാറ്റൽ എന്ന് പറയാവുന്ന ഒന്നാണ് BJP അവരുടെ ഐഡിയോളജി വെച്ച്. ഇപ്പോൾ ഉദാഹരണത്തിന് ആറ്റിങ്ങലിലെ പോപ്പുലേഷൻ ഏതാണ്? ആ പോപ്പുലേഷനിൽ BJP നടന്ന പ്രചാരണം എന്താണ്? അത് ഭാവി കേരളത്തിൽ ഇരുമുന്നണികളെയും LDFനെയും UDFനെയും വലിയ തോതിൽ ആശങ്കയുണ്ടാക്കുന്ന ഒരു വളർച്ചയാണ് വോട്ട് പെർസെൻറ്റേജിൽ വളർച്ച. വയനാട്ടിൽ വളർച്ചയുണ്ടായി. അപ്പം ഞാൻ പറയുന്നത് BJPയുടെ വളർച്ച ക്രമാനുഗതമായി സംഭവിക്കുന്നുണ്ട് കേരളത്തിൽ എന്നുള്ളതാണ്. പക്ഷേ അത് എപ്പോഴും ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നത് പോലെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുന്നില്ല. ഈ പറയുന്നതെല്ലാം പലപ്പോഴും താഴേക്ക് പോകുന്ന ഒരു കാഴ്ചയും കൂടി നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് അവരുടെ ഈ വളർച്ച എന്ന് പറയുന്നത് എപ്പോൾ BJP കേന്ദ്രത്തിൽ അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം ഉണ്ടാകുന്ന ഒരു വളർച്ചയാണോ എന്നുള്ളതാണ്. തീർച്ചയായും അത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. പക്ഷേ ഇനിയുള്ള ഇലക്ഷനിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതൊരു വിന്നബിൾ പാർട്ടിയാണ് എന്നൊരു നിലയിലേക്ക് വരുമ്പോൾ അടുത്തൊരു ടെസ്റ്റിംഗ് ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. എന്തായിരിക്കും BJPയുടെ രാഷ്ട്രീയ ഭാവി എന്ന് നിശ്ചയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ടെസ്റ്റിംഗ് പോയിന്റാണ് UDFന് നിശ്ചയം. അല്ല, ഇവിടെ ഇപ്പോ നാസർ, ഈ വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഇപ്പൊ തന്നെ മുരളീധരൻ പല കാര്യങ്ങളും തുറന്നടിച്ചു കഴിഞ്ഞു.
ഞാൻ ചോദിക്കുന്നത് തൃശ്ശൂരിൽ BJP ജയിക്കാനുണ്ടായ കാരണം, അല്ലെങ്കിൽ സുരേഷ് ഗോപി ജയിക്കാനുണ്ടായ കാരണത്തെക്കുറിച്ച് ആദ്യമായി വരാൻ പോകുന്ന ഒരു സംഗതി എന്ന് വെച്ചാൽ UDFന്റെ വോട്ടുകൾ മറിച്ചു എന്നുള്ളതായിരിക്കും. അത് ബോധപൂർവമാണോ അല്ലാതെയാണോ എന്നുള്ള കോൺഗ്രസിന്റെ വോട്ടുകൾ, ഈ പറഞ്ഞ രീതിയിൽ ക്രൈസ്തവ വോട്ടുകൾ മറിഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ളതാകും. അപ്പൊ അതിന്റെ പാപഭാരം കോൺഗ്രസ് ഏറ്റെടുക്കണം, UDF ഏറ്റെടുക്കണം എന്നുള്ള ഒരു വാദം വരില്ലേ? ഈ തൃശ്ശൂരിലെ കാര്യത്തിൽ അത് കോൺഗ്രസ് അതിൻ്റെ ബാബാവാർ ഏറ്റെടുക്കേണ്ടതുണ്ടാവും എന്ന് തോന്നുന്നില്ല. തൃശ്ശൂരിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ പരമ്പരാഗതമായി UDFന്, കോൺഗ്രസിന് മാത്രമല്ല UDFന് കിട്ടിക്കൊണ്ടിരുന്ന 2 തരം വോട്ടുകൾ, അതൊന്നീ പറഞ്ഞതുപോലെ ക്രിസ്ത്യൻ വോട്ടുകൾ, രണ്ടാമത് സ്ത്രീകളുടെ വോട്ടുകൾ. ഇത് രണ്ടും വലിയ തോതിൽ BJP സ്ഥാനാർത്ഥി എന്ന നിലയിൽ സുരേഷ് ഗോപിക്ക് പോയിട്ടുണ്ട്. അതിൻ്റെ ഉത്തരവാദിത്വം കോൺഗ്രസ് മാത്രം ഏറ്റെടുക്കേണ്ട ഒരു അവസ്ഥ അവിടെ ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പം ഈ ക്രിസ്ത്യൻ സഭകളോട് ഇതിനോടൊക്കെയുള്ള BJPയുടെയും സുരേഷ് ഗോപിയുടെയും തന്നെ പെരുമാറുന്ന തന്നെ അറിയാം. ഇപ്പം 2 ബിഷപ്പുമാരെങ്കിലും വ്യക്തിപരമായി എന്ന് പറയാവുന്ന തരത്തിൽ ഇവരെ കുറ്റം പറഞ്ഞ സന്ദർഭങ്ങളുണ്ട്. വരണ്ട എന്ന് പറഞ്ഞ അവസ്ഥ. ഈ സാധനങ്ങൾക്കൊന്നും സഭ ഔദ്യോഗികമായി തന്നെ വെറുപ്പിനും വിദ്വേഷത്തിനെതിരെ വോട്ട് ചെയ്യാൻ പറഞ്ഞു. അത് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ദീപിക അടക്കമുള്ള സഭയുടെ ജിഹ്വകളൊക്കെയും ഇതിനെതിരായിരുന്നു. പക്ഷേ ഈ സാധനത്തിന് ആ സമയത്ത് ഒരു മറുപടിയും പറഞ്ഞില്ല. ഒരു ബിഷപ്പ് ഇങ്ങോട്ട് ചീത്ത പറയുകയെന്ന് പറഞ്ഞാൽ ഒരാൾ മാത്രം, ഒരു പേഴ്സണൽ മാത്രമാണ്. 1-2 ബിഷപ്പ്മാർ ഇങ്ങോട്ട് ചെയ്തു പറഞ്ഞപ്പോൾ അതിന് തിരിച്ച് അങ്ങോട്ട് മറുപടി പറഞ്ഞിരുന്നെങ്കിൽ ആയിരക്കണക്കിന് വോട്ടായിരുന്നു പോവുക. പ്രൊഫസർ അലി ശ്രദ്ധിക്കേണ്ട കാര്യം, 2019 തെരഞ്ഞെടുപ്പിൽ രാജാജി മാത്യു തോമസ് ആയിരുന്നു LDFന്റെ സ്ഥാനാർത്ഥി. അന്ന് സുരേഷ് ഗോപി വോട്ട് ശതമാനം 27% വർദ്ധിപ്പിച്ചപ്പോൾ വോട്ട് പെർസെൻറ്റേജ് കുറഞ്ഞത് രാജാജി മാത്യു തോമസിന്റെയാണ്. അപ്പോൾ അന്നത്തെ അതിന്റെ ഉത്തരവാദിത്തം LDF ഏറ്റെടുക്കുമെങ്കിൽ ഇത് ഏറ്റെടുക്കണം. പക്ഷേ ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം വേണ്ട വിധത്തിൽ വർക്ക് ചെയ്തിട്ടില്ല എന്ന് കെ മുരളീധരന് സീരിയസ് ആയ പരാതിയുണ്ട്. ആ പരാതി പരിഹരിക്കുമെന്ന് VD സതീശൻ പറഞ്ഞിട്ടുമുണ്ട്. അത് കെ മുരളീധരന്റെ കാര്യമായതുകൊണ്ട് ഒന്ന് പറയട്ടെ, അത് ഇപ്പം മാത്രമുള്ള പരാതിയല്ല. കെ മുരളീധരൻ എപ്പോഴൊക്കെ തെരഞ്ഞെടുപ്പിൽ തോറ്റിട്ടുണ്ടോ അപ്പോഴൊക്കെ മൂപ്പര് പറഞ്ഞ പരാതിയാണത്. കെ മുരളീധരൻ തെരഞ്ഞെടുപ്പ് തോക്കുമ്പോൾ മൂപ്പര് വേറെ പുറത്തുള്ളവർ ആരും കുറ്റം പറയാറില്ല, സ്വന്തം പാർട്ടിനെ മാത്രമേ കുറ്റം പറയാറ്. പത്മജ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ മുരളീധരനോട്, ചേട്ടനെ പറ്റിക്കും, കോൺഗ്രസ് പറ്റിക്കും എന്ന് പറഞ്ഞ കാര്യമാണല്ലോ. അതെ. അപ്പോൾ നമ്മൾ സ്റ്റേറ്റ് അനാലിസിസ് തൃശ്ശൂർ, അത് തന്നെയാണ് ഞാനും പറയാൻ വന്നത്. തൃശ്ശൂർ മാത്രമല്ല, UDF തരംഗം വീണ്ടും കേരളത്തിൽ ആഞ്ഞടിച്ചിരിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളതാണ്. 2 തവണ കോൺസിക്യൂട്ടീവായിട്ട് അതങ്ങനെ വരുന്നു എന്ന് പറയുന്നത് എത്ര കണ്ട് LDFന്റെ ഒരു തളർച്ചയെ സൂചിപ്പിക്കുന്നുണ്ട്. എവിടെയാണ് LDFനെ പിഴയ്ക്കുന്നത്? എവിടെയാണ് ഈ UDFന് ഇത്രയധികം? രാജ്മോഹൻ ഉണ്ണിത്താനൊക്കെ 1 ലക്ഷത്തിന് മേലെ വോട്ട് ഭൂരിപക്ഷമാണ് കാസർഗോഡ് മണ്ഡലം ഓർക്കുന്നുണ്ടല്ലോ. മത്സരിക്കാൻ ആവശ്യപ്പെട്ടാൽ പോലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ പോകാൻ മടിച്ചിരുന്ന മണ്ഡലം, തോൽക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞ മണ്ഡലത്തിലാണ് 1 ലക്ഷത്തിൽ പരം വോട്ടിന് ഇപ്പോൾ അവിടെ മത്സരിക്കാൻ പറഞ്ഞതിന് പാർട്ടി വിട്ടു പോയ ആൾക്കാർ വരെ ഉണ്ട്. നാസർ പറഞ്ഞതുപോലെ താനാശാഹി കേരള മെഫി നെയ് ചലേഗ, താനാശാഹി നെയ് ചലേഗ. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ വിശകലനം ചെയ്യാൻ CPMന് സാധിക്കില്ല എന്നുള്ളതാണ്. അവർ പ്രതിക്രിയാവാദികളും വിഘടനവാദികളും തമ്മിലുള്ള അന്തർധാര. അതെ, അന്തർധാര മാത്രമേ അവർ കാണൂ. സത്യത്തിൽ താങ്കൾ തോൽക്കാൻ പോവുകയാണെന്നെങ്കിലും മിനിമം ഒരു പാർട്ടി മനസ്സിലാക്കണ്ടേ? ഇപ്പം CPMനെ കുറിച്ച് പണ്ട് മുതൽ പറഞ്ഞിരുന്നത് അത് തെരഞ്ഞെടുപ്പ് മിഷനറിയാണ്, അതിൻ്റെ ഏറ്റവും വലിയ മിഷനറി. ഇപ്പം തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം വരുന്ന, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഈ ഗ്രൗണ്ട് വർക്കുകൾ, തെരഞ്ഞെടുപ്പ് പ്രചരണം എന്ന് പറഞ്ഞ സംഗതികൾ, വീട്ടിൽ കയറി വോട്ട് ചോദിക്കുക എന്ന് പറഞ്ഞ സംഗതി കഴിഞ്ഞാൽ ഈ LC ഓഫീസിലിരുന്നിട്ട് മുഴുവൻ കണക്കുകളും എടുത്തു വെച്ചാൽ, കണക്കെടുത്ത് നോക്കിയാൽ എത്ര ഭൂരിപക്ഷം കിട്ടും, എവിടെയൊക്കെ കുറയുമെന്ന് പറയാൻ പറ്റുന്ന പാർട്ടിയാണ്. അതിനനുസരിച്ച് നടപടികൾ എടുക്കാൻ പറ്റുന്ന പാർട്ടിയാണെന്നാണ് അടുത്ത കാലം വരെ പറഞ്ഞിരുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളായിട്ട് മനസ്സിലാവുന്നത്, ഈ ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കാൻ ഒന്നുകിൽ ഇത് മനസ്സിലാകാത്ത പാർട്ടി, അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കിയാലും വിലവെക്കില്ല എന്നല്ലേ. സ്വാഭാവികം, ഞങ്ങൾ ജയിക്കാൻ വേണ്ടി മാത്രം ജനിച്ചവരാണ്, അതുകൊണ്ട് ഞങ്ങൾ മത്സരിച്ചാൽ ജയിച്ചോളും എന്നുള്ള ഒരു അന്ധവിശ്വാസം. ഇങ്ങനെ തുറന്നു പറയാനൊരു പ്രയാസം ഈ പാർട്ടിക്കുള്ളിൽ ഉള്ളിൽ ഒരു വേവൽ ഉണ്ടാവുന്നുണ്ടോ? അതായത് എല്ലാവരും പറയുന്ന പോലെ പിണറായി വിജയനാണ് ഈ പാർട്ടിയെ നശിപ്പിക്കുന്നത് എന്നൊരു തോന്നലിലേക്ക് പാർട്ടി അണികൾ എത്താനുള്ള ഒരു സാധ്യത ഇതുവഴി ഉണ്ടോ ദാവൂദ്? അല്ല, അതവർ അങ്ങനെ വിശകലനം ചെയ്യണ്ടേ? അങ്ങനെ വിശകലനം എന്താണ് നമ്മൾ എന്തുകൊണ്ട് തോറ്റു കുമാരപിള്ള സഖാവേ എന്ന് ചോദിക്കുമ്പോൾ അത് പ്രതിക്രിയാവാദം മാറ്റി നിർത്തിയിട്ട് അത് ശരിയാം വിധം വിശകലനം ചെയ്യാൻ പാർട്ടി തയ്യാറാവണ്ടേ? ഇന്ന് ഈ വിഷയത്തിൽ സംസാരിച്ചത് ആരാണ്? AK ബാലനാണ്. AK ബാലൻ എന്താണ് പറയുന്നത്? ജമാഅത്തെ ഇസ്ലാമിയും SDPയും ചേർന്നിട്ടാണ് UDFനെ വിജയിപ്പിച്ചത്. ഒന്ന് നോക്കൂ, കേരളത്തിലെ 9 മണ്ഡലങ്ങളിൽ 1 ലക്ഷത്തിന് മേലെയാണ് ഭൂരിപക്ഷം. LDF ജയിച്ച ഏക മണ്ഡലമായ ആലത്തൂരിൽ 20,000 ചില്ലാനാണ് ഭൂരിപക്ഷം. ബാക്കി 18 മണ്ഡലങ്ങളിൽ UDF ജയിക്കുന്നു. അതിൽ 9 1 ലക്ഷത്തിന് മേലെ ഭൂരിപക്ഷം. ഈ ഭൂരിപക്ഷം ഉണ്ടാക്കി കൊടുത്തത്
ജമാഅത്തെ ഇസ്ലാമിയും SDP-യുമാണെന്നാണ് ഈ പാർട്ടിക്ക് വേണ്ടി ഇന്ന് സംസാരിച്ച വ്യക്തി, ഒരേ ഒരു വ്യക്തി പറഞ്ഞിരിക്കുന്നത്. ഇത് മിനിയാന്നും ഇദ്ദേഹം ഇത് പറയുന്നുണ്ട്. UDF-ന്റെ സംഘടനാ സംവിധാനം ചലിപ്പിച്ചത് ഇവരാണെന്ന്. ഇതിലൊരു അന്തക്കേടെന്ന് ആലോചിച്ചു. ഈ പറയുന്ന 2 ലക്ഷത്തിൽ ചില്ലാനും വോട്ടിന് ഈ ഹൈബി ഈഡൻ ജയിക്കുന്നു, ഡീൻ കുര്യാക്കോസ് ജയിക്കുന്നു. ഇതൊക്കെ ഞാൻ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയും SDP-യും അതൊന്നും നിഷേധിക്കാൻ പോകണ്ട, അത്രയും വലിയ കരുത്ത് അവർക്ക് അല്ല, അവർ നിഷേധിക്കുന്നില്ലോ. എന്റെ പ്രശ്നം അതല്ല. ഇത് അവർ നിഷേധിക്കുന്നില്ല. എന്താണ് തെറ്റ്? ഇവരുടെ വിശകലന ശേഷി എന്താണ്? അത് ശരിയാണ്, അത് ശരിയാണ്, ഇവരുടെ പൂർണ്ണമായും ശരിയാണ്. കാരണം ഇവർ ആദ്യമേ എവിടെയെങ്കിലും കൊണ്ട് ഒരു കുറ്റത്തെ കൊണ്ടുചെന്ന് ചാർത്താൻ വേണ്ടിയിട്ടാണ് ബാലനെ പോലെയുള്ള ആളുകൾ ഇവര് തന്നെയാണ് പാർട്ടിയെ ഇത്രയധികം പിന്നെ തകർക്കുന്നത് എന്ന് പറയേണ്ടി വരും. ഇത് ബാലന്റെ മാത്രം കേസായിട്ട് ഞാൻ പറയല്ല കേട്ടോ. ഇനിയിപ്പോ നാളെ ഗോവിന്ദ മാഷ് പത്രസമ്മേളനം നടത്തുമല്ലോ. അല്ലെ, ഗോവിന്ദ മാഷ് ഇത് ശരിയായി വിലയിരുത്തുന്നതാണ് എന്റെ അഭിപ്രായം. അദ്ദേഹത്തോട് എന്തായിരിക്കും LDF-ന്റെ പെർഫോമൻസ്? അദ്ദേഹം എന്താ പറഞ്ഞത്? LDF നില മെച്ചപ്പെടുത്തും, ഞങ്ങൾക്ക് മുമ്പ് ലഭിച്ചതിനേക്കാൾ ഇരട്ടി സീറ്റുകൾ ലഭിക്കും. പക്ഷെ അവിടെ ആറ്റിങ്ങിൽ മാത്രമാണ് അവരൊരു കണക്കൂട്ട് പോയത്. ആറ്റിങ്ങിൽ അവർ വിജയം പ്രതീക്ഷിച്ചിരുന്നു. ആറ്റിങ്ങിൽ മാത്രമാണ് അവർക്ക് പിഴച്ചത്. അതൊരു ഫോട്ടോ ഫിനിഷാണ്. ആലത്തൂര് ജയിക്കും എന്നൊരു തോന്നൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അതിനപ്പുറം CPM പ്രതീക്ഷിച്ചിട്ടുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. അല്ല, CPM പ്രതീക്ഷിക്കാത്ത ഒന്ന് നടന്നതാണ്. 9 മണ്ഡലങ്ങളിൽ 1 ലക്ഷത്തിന് മേലെ വോട്ടിന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് അത്ര CPM പ്രതീക്ഷിച്ചതാണ്. CPM നേതാക്കന്മാരായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർ സത്യസന്ധമായി, ഇപ്പോൾ വടകര അവർ വിജയിക്കുമെന്ന് ഉറപ്പിച്ചും തറപ്പിച്ചും സത്യസന്ധമായി അവർ ഇന്നലെ വൈകുന്നേരവും പറയുന്നുണ്ട്. മനസ്സിലായില്ലല്ലോ എന്താണ് വടകരയിൽ സംഭവിക്കുന്നത്. ഒന്നാലോചിച്ചു, ഈ പറയുന്ന വിജയരാഘവൻ കേരളത്തിലെ CPM-ന്റെ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ പാർട്ടി ഫ്രെയിമിൽ നോക്കിയാൽ നമ്പർ 1 ആരാണ്? വിജയരാഘവനാണ്. കാരണം പോളിറ്റ് ബ്യൂറോ മെമ്പറായിട്ട് അദ്ദേഹം മാത്രമേ ഉള്ളൂ. പാലക്കാട് പോലെ കോൺഗ്രസ് UDF-ന്റെ ഇത് നമ്മളെടുത്താൽ UDF-ന്റെ ഏറ്റവും മോശം പ്രചാരണം നടന്നത് ഇലക്ഷൻ വർക്ക് നടന്ന പാലക്കാടാണ്. പല ബൂത്തുകളിലും ബൂത്ത് ഏജന്റുമാർ ഉണ്ടായിരുന്നില്ല. വളരെ മോശം ഇതായിരുന്നു, ഇലക്ഷനിയറിംഗ് ആയിരുന്നു. പക്ഷേ അവിടെ ശ്രീകണ്ഠൻ ജയിച്ചു കയറാണ്. 11,000 ജയിച്ച ശ്രീകണ്ഠൻ ഇപ്പോ 80,000 എത്ര 1 ലക്ഷത്തിന് മേലെ പോയി. ഞാൻ നോക്കിയില്ല. അദ്ദേഹം ജയിച്ചു കയറുന്നു. ആ PB അംഗത്തിന് വേണ്ടി പാർട്ടി എണ്ണയിട്ട് യന്ത്രം പോലെ പ്രവർത്തിച്ചു. നോക്കി, വിജയരാഘവനെ പോലെ ഒരാളെ പാലക്കാട് നിർത്താൻ CPM എടുക്കുന്ന തീരുമാനം. വിജയരാഘവൻ പാലക്കാട് എന്ന് പറഞ്ഞാൽ വളരെ സൈസബിളായ മുസ്ലിം പോപ്പുലേഷനുള്ളൊരു മണ്ഡലമാണ്. മുസ്ലിം വിരുദ്ധ പ്രസ്താവനകളുടെ പേരിൽ കുപ്രസിദ്ധി നേടിയിട്ടുള്ള ഒരാളെ ഇങ്ങനെ ഒരു മണ്ഡലത്തിൽ നിർത്തുവാൻ CPM തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇവിടെയുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ജനസമൂഹം എങ്ങനെ ചിന്തിക്കുന്നു എന്ന് മനസ്സിലാക്കാനുള്ള ശേഷി ആ പാർട്ടിക്കില്ല എന്നുള്ളതാണ്. മാത്രമല്ല, ഇന്നിപ്പോൾ AK ബാലന്റെ ഈ പ്രതികരണം തന്നെ ഒരു വിഭാഗം ജനങ്ങളോട് കാണിക്കുന്ന അങ്ങേയറ്റത്തെ ഒരു അനീതിയാണ്. അതങ്ങനെ എന്തിനാണ് UDF-ന് വോട്ട് ചെയ്യാൻ എന്താ അവർക്ക് പാലക്കാട് ശ്രീകണ്ഠൻ ജയിക്കുന്നത് വിജയരാഘവൻ എന്ന സ്ഥാനാർത്ഥി മോശമായതുകൊണ്ട് മാത്രമല്ല, നമ്മൾ VK ശ്രീകണ്ഠൻ നിങ്ങൾ കുറച്ച് കാണാണ്. അദ്ദേഹം വലിയ ജനകീയനായ ഒരു മനുഷ്യനാണ്. ജനകീയത എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ അദ്ദേഹത്തിന് സ്വീകാര്യത കിട്ടുന്നില്ല. 2019 അദ്ദേഹം ആദ്യമായി മത്സരിക്കുമ്പോൾ ശ്രീകണ്ഠൻ ഒഴികെ ബാക്കി ആർക്കും വിശ്വാസമില്ലായിരുന്നു അദ്ദേഹം ജയിക്കുന്നു. പക്ഷേ ശ്രീകണ്ഠൻ 2019 ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചു. അദ്ദേഹം പറയുന്നത് ആ പാർട്ടിയിൽ ആർക്കും വിശ്വാസമല്ല ശ്രീകണ്ഠൻ ജയിക്കുമെന്ന്. ശ്രീകണ്ഠൻ ആവർത്തിച്ച് പറഞ്ഞു ഞാൻ ജയിക്കുമെന്ന്. ഇത്തവണ ആത്മവിശ്വാസം തരുന്നുണ്ട്. ഒരു പഞ്ചായത്ത് വാർഡ് മെമ്പർ എങ്ങനെയാണോ ഒരു മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നത് അതുപോലെയാണ് പാലക്കാട് മണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷം ശ്രീകണ്ഠൻ പ്രവർത്തിച്ചത്. ആ ജനകീയതയാണ് അദ്ദേഹത്തിന് കിട്ടിയത്. അല്ലാണ്ട് വിജയരാഘവൻ മോശം സ്ഥാനാർത്ഥിയായതുകൊണ്ട് മാത്രമല്ല വിജയം എന്ന് ഞാൻ പറയാറ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇനിയും നമുക്ക് ഒരുപാട് ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ അടുത്ത ദിവസങ്ങളിലൊക്കെ നമുക്കത് ആ ചർച്ചയിലേക്ക് പോകേണ്ടി വരും. നമ്മുടെ സമയം ഇപ്പോൾ എന്തായാലും അവസാനിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത വാർത്താ ബുള്ളറ്റിനിലേക്കാണ് കയറേണ്ടത്. ദിവസത്തെ സമഗ്രമായ വാർത്താ ചിത്രമാണ് ഇനി 10 മണി മുതൽ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുക. ഞാനപ്പോൾ നന്ദി പറയുന്നു 3 പേർക്കും. നമുക്ക് ഒരു മണിക്കൂർ കൊണ്ട് വളരെ പെട്ടെന്ന് ദേശീയ സാഹചര്യവും കേരളത്തിലെ സാഹചര്യവും ഒന്ന് കണ്ണോടിച്ചു വരാൻ കഴിഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നന്ദി. എണ്ണിപ്പറയും ഓരോ വോട്ടും. ജൂൺ 4 മീഡിയ 1-നൊപ്പം.